ഹായ് ഹലോ വെൽക്കം ടു കെമിക്കൽ സയൻസ് അക്കാഡമി. കെമിക്കൽ സയൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ HST കെമിസ്ട്രിയുടെ റിവിഷൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കുറേ അധികം ടോപ്പിക്സ് നമ്മൾ റിവിഷൻ ചെയ്തു. ബയോർഗാനിക് കെമിസ്ട്രി നമ്മൾ ചെയ്തു, ഗ്രൂപ്പ് തിയറി നമ്മൾ ചെയ്തു, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി നമ്മൾ ചെയ്തു, ലാസ്റ്റ് നമ്മൾ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിക്കകത്തെ മൊഡ്യൂൾ 1-ലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു മൊഡ്യൂൾ വളരെ വലിയ മൊഡ്യൂളാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ എക്സാമിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ 2 ദിവസം കൂടെ മാത്രമേ നമ്മുടെ എക്സാമിന് ഇനിയുള്ളൂ. ഓക്കെ, നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജനറൽ പേപ്പർ വിട്ടുകളയരുത്. ഇതുവരെ നടന്നിട്ടുള്ള HST എക്സാമിലെല്ലാം തന്നെ ഏത് സബ്ജക്റ്റ് എടുത്താലും വളരെ സിമ്പിൾ ആയിട്ടാണ് എക്സാം നടന്നു പോയിട്ടുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ജനറൽ പേപ്പർ എളുപ്പമായിട്ടാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ പേപ്പറിൻ്റെ പാർട്ട് വളരെ എളുപ്പമാണ്. സോ നിങ്ങളുടെ എക്സാമിലും വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ എക്സാം കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യും ജനറൽ പേപ്പർ പഠിക്കാത്തതിൽ. ഇനിയും സമയമുണ്ട്, ഒരു ദിവസം കൂടെ നിങ്ങൾക്കുണ്ട്. സോ മാക്സിമം ഇതുവരെ നടന്നിട്ടുള്ള HST എക്സാമിൻ്റെ എല്ലാം തന്നെ ആ ഒരു ജനറൽ പേപ്പറിൻ്റെ സെഷൻ നിങ്ങൾ എടുത്ത് വായിച്ച് നോക്കുക. നിങ്ങൾ പുതുതായിട്ട് ഒന്നും തന്നെ പഠിക്കാൻ നിൽക്കേണ്ട. മാക്സിമം റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മാക്സിമം ഈ പറയുന്ന ഏതെങ്കിലും ടോപ്പിക് ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനകത്തെ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അടച്ചു വെച്ചേക്കുക. ജനറൽ പേപ്പർ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമ്മുടെ എക്സാം എളുപ്പമായിരിക്കും. പ്രശ്നമൊന്നും തന്നെ ഉണ്ടാകത്തില്ല. ക്വസ്റ്റ്യൻസിനകത്ത് എററോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോയിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയുന്നു ജനറൽ പേപ്പർ വിട്ടുകളയരുത്. ജനറൽ പേപ്പർ നോക്കിയിട്ടേ പോകാവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 100 ചോദ്യമെങ്കിലും ജനറൽ പേപ്പറിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടേ പോകാവുള്ളൂ. കാരണം നമുക്ക് ആ ഒരു വെയിറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് ജനറൽ പേപ്പർ വളരെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം കട്ട് ഓഫ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ സബ്ജക്റ്റിൽ നിന്ന് മാത്രമല്ല ജനറൽ പേപ്പറിൻ്റെ വെയിറ്റേജ് കൂടെ നമുക്ക് കിട്ടണം. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെഷനകത്ത് നമുക്ക് കവറപ്പ് ചെയ്ത് പോകണം. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മൊഡ്യൂൾ 1-നകത്ത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോർഡിനേഷൻ കെമിസ്ട്രിയും മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സും എഫ് ബ്ലോക്കും. ആ 3 ടോപ്പിക്സ് നിങ്ങൾ നല്ലപോലെ നോക്കിക്കൊണ്ട് പോകും. മോള് കുറേ അധികം ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്കറിയാം മൊത്തം 8 മാർക്കേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് 1 മാർക്കേ കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. ആ 1 മാർക്കിന് വേണ്ടി നിങ്ങൾ അത്രയും ടോപ്പിക്ക് പോയി പഠിച്ച് വെറുതെ സമയം കളയരുത്. മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള കോർഡിനേഷൻ കെമിസ്ട്രി, എഫ് ബ്ലോക്ക് കെമിസ്ട്രി, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകും. നിങ്ങൾക്കറിയാം എവിടെ നിന്നാണ് ചോദിക്കുന്നത്. XY/X ഓടി എന്നൊരു ചോദ്യം ചോദിക്കും, വെയ്റ്റ്സ് റൂൾ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കും, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് എന്താണ് ആ ഒരു പർട്ടിക്കുലർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നൊരു ചോദ്യം ചോദിക്കും, എഫ് ബ്ലോക്കിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ചോദ്യം ചോദിക്കും, കോർഡിനേഷനിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഉറപ്പാണ്. സോ അത് വെച്ചിട്ട് വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ആ ലാസ്റ്റ് തന്നിരിക്കുന്ന സിന്തസിസ് തൊട്ട് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ടോപ്പിക്ക്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലും പറഞ്ഞാണ്, റിവിഷന്റെ സമയത്ത് ഞാൻ പറഞ്ഞാണ് ഈ ടോപ്പിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ എന്തായാലും നമ്മൾ ആദ്യം തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ എല്ലാം കൂടെ ഒന്ന് കവറപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു റിവിഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാനായിട്ട് കുറച്ച് ഇക്വേഷൻസും കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും ഒക്കെ തന്നെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് പോകുക. നിങ്ങൾ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഇക്വേഷൻസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ഇത് ആദ്യം തൊട്ട് ആറ്റോമിക് സ്ട്രക്ചർ തൊട്ട് വരുന്ന ടോപ്പിക്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ നമ്മൾ ആറ്റോമിക് സ്ട്രക്ചറിനകത്ത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ ക്വാണ്ടം നമ്പേഴ്സ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ക്വാണ്ടം നമ്പേഴ്സിന്റെ എല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഓർത്തിരിക്കുക. സെറ്റ് ഏതൊക്കെയാണ് കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസുമായിട്ട് ബന്ധപ്പെട്ട 3 റൂൾസ്, ഹാഫ് ബാർ റൂൾ, പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ദെൻ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഒക്കെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ, ഏത് രീതിയിലാണ് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ നോട്ട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 2 ടൈപ്പ് ഓഫ് നോഡുകളുണ്ട് അല്ലെ. നോഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നോട്ട്സ് ഒരു തവണ നിങ്ങളുടെ HST എക്സാം എനിക്കൊന്ന് കഴിഞ്ഞ തവണ ഞാൻ തോന്നുന്നു നോട്ട്സ് ചോദിച്ചിരുന്നു. സോ റേഡിയൽ നോഡുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, റേഡിയൽ നോട്ട്സ് ആൻഡ് ആംഗുലാർ നോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. റേഡിയൽ നോട്ട്സും ആംഗുലാർ നോട്ട്സും എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പോവുക. ഓക്കെ, സോ എൽ വാല്യൂ ആണ് നിങ്ങൾ ആംഗുലാർ നോട്ട്സിന്റെ കേസിൽ നോക്കാനായിട്ട് പോവുക. എൽ വാല്യൂ എന്താണ്, അത്രയും നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകാനായിട്ട് പോവുക. ദെൻ റേഡിയൽ നോട്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. റേഡിയൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ n-l-1 ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു ഓർബിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് പോവുക. ഇനി ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് n-1 ആണ് അല്ലെ. ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് n-1 ആണ്. കാണാമല്ലോ, n-1 ആണ് ടോട്ടൽ നോട്ട്സ് വരാനായിട്ട് പോകും. ഓക്കെ, സോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോയതാണ്. ബട്ട് നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്തെടുക്കും എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് പീരിയോഡിസിറ്റി നമ്മൾ പറഞ്ഞു. പീരിയോഡിസിറ്റിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അയണൈസേഷൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് ഞാൻ പറഞ്ഞിരുന്നു. സോ നമ്മൾ അറ്റോമിക് റേഡിയേഷൻ്റെ കേസിലെ ആ ഒരു ട്രെൻഡ് നമ്മൾ പഠിച്ചതാണ്. അയണിക് റേഡിയം എങ്ങനെയാണ് വരുന്നത്, കാറ്റോൺ ചെറുതാണ്, ആനോൺ വലുതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ പറഞ്ഞു. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അയണൈസേഷൻ എൻതാൽപ്പി നിങ്ങൾ ഓർത്തോണം. അയണൈസേഷൻ എൻതാൽപ്പിയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട്. ദെൻ
എന്താണ് നമ്മൾ പിന്നീട് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞു, മെറ്റാലിക് ക്യാരക്ടർ, അവരുടെ ട്രെൻഡുകളെല്ലാം തന്നെ ഈ പറയുന്നതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ട് ഓൾറെഡി. സോ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്കകത്ത് നമ്മൾ 3 സ്കെയിൽസ് ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പറഞ്ഞിരുന്നു. പൗളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്തിനെ ബേസ്ഡ് ആയിരുന്നു? ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെ ബേസ് ചെയ്തിട്ടായിരുന്നു. മുള്ളിക്കൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? അയണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ അഫിനിറ്റിയും ബേസ് ചെയ്തിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽഫ്രഡ് റോക്കെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ പഠിച്ചു. അവിടെ ഇസഡ് എഫക്റ്റീവും 6 കോവലന്റ് റേഡിയസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അത് ഈ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഇനി കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലാറ്റിസ് എനർജിയും എങ്ങനെയാണ് ലാറ്റിസ് എനർജി, ഹൈഡ്രേഷൻ എനർജി, സൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ചാർജുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, സൈസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഒക്കെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു. ദെൻ ഡൈപോൾ മൊമെന്റിന്റെ കാൽക്കുലേഷൻ, അവിടെ പോളാർ നോൺ പോളാർ ആ ഒരു ക്ലാസിഫിക്കേഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പോളാർ മോളിക്യൂൾസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ പോളാർ മോളിക്യൂൾസ്, അല്ലെ കുറേ മോളിക്യൂൾസ് എന്നിട്ട് ഇതിനകത്ത് ഡൈപോൾ മൊമെന്റ് 0 ഏതിനാണ്, നോൺ സീറോ ഡൈപോൾ മൊമെന്റ് ഉള്ള ഏതാണ്, ഒക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ ഗ്രൂപ്പ് തിയറിയായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ കവറപ്പ് ചെയ്ത് പോയത്. ഓക്കെ, സോ ഫജാൻസ് റൂൾ നമ്മൾ പറഞ്ഞിരുന്നു. ഫജാൻസ് റൂളായിട്ട് ബന്ധപ്പെട്ട് കോവലന്റ് ക്യാരക്ടർ, പോളറൈസേഷൻ ഓഫ് ആനിയോൺ, പോളറൈസേഷൻ ഓഫ് കാറ്റയോൺ, എങ്ങനെയാണ് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് VSEPR തിയറിയാണ്. VSEPR തിയറിക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഈ മോളിക്യൂൾസ് എല്ലാം തന്നെ നമ്മുടെ എക്സാമിന് ചോദിച്ചതാണ്. സോ VSEPR തിയറിക്കകത്ത് പല വേരിയേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ എക്സാമ്പിൾസ് എല്ലാം തന്നെ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുക. സെൻട്രൽ ആറ്റമായിട്ട് ബന്ധപ്പെട്ട എത്ര ലോൺ പെയർ ഉണ്ട്, ദെൻ അവരുടെ ജോമെട്രി എന്താണ്, ഷേപ്പ് എന്താണ്, അതൊക്കെ തന്നെ നിങ്ങളോട് ചോദിക്കാം. നമ്മൾ ഇതും ഗ്രൂപ്പ് തിയറിയുമായിട്ട് ക്ലബ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ ഒന്നും വിട്ട് കളയരുത്. സോ VSEPR തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. സോ അതിനകത്തുനിന്നുള്ള ചോദ്യം നിങ്ങൾ വിട്ട് കളയരുത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റ് തിയറിയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് ലാസ്റ്റ് പറഞ്ഞത്. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സിമെട്രിക്കൽ മോളിക്കുലർ ഓർബിറ്റ് ഡയഗ്രാം, അൺസിമെട്രിക്കൽ മോളിക്കുലർ ഓർബിറ്റ് ഡയഗ്രാം ഉണ്ട്. അതിൻ്റെ ആ ഒരു ഫോർമുലയൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ അധികം ആപ്ലിക്കേഷൻസ് ചെയ്തു. നമ്മൾ ഡയാറ്റോമിക് ടേം സിമ്പിൾ കണ്ടുപിടിക്കാൻ വരെ നമ്മൾ പഠിച്ചല്ലേ. നമ്മൾ സിഗ്മ പ്ലസ് ജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നല്ലേ. സോ ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമ്മൾ അത്ര അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ കവറപ്പ് ചെയ്ത് പോയതാണ്. സോ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തും ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത്, ബോണ്ട് സ്ട്രെങ്ത്, ഇവരുടെയൊക്കെ ഓർഡറും ഒക്കെ തന്നെ ഇതിനകത്ത് ചോദിക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർ തന്നെ ആദ്യത്തെ ആ ഒരു ബേസിക് ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അതുകൊണ്ട് ഞാൻ പട്ടയെന്നായിരിക്കും ചെയ്തു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐസോ ഇലക്ട്രോണിക് അയോൺസ് ഹാവ് ദ സ്മോളസ്റ്റ് അയോണിക് റേഡിയസ്. നോക്കി, അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം പോസിറ്റീവ് ചാർജ് ഉള്ള ആളായിരിക്കും എന്ത് ചെയ്യാനായിട്ട് പോയായിരിക്കും ഏറ്റവും സൈസ് കുറയുക. ആനോൺ ആണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും സൈസ് കൂടുതലായിരിക്കും വരാനായിട്ട് പോകും. ഓക്കെ, സോ ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അയോണിക് റേഡിയസ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഉറപ്പായിട്ടും അതിന് തർക്കമൊന്നും വേണ്ട. സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഓഫ് ഫോർ ബി, സി, എൻ ആൻഡ് ഒ. ഓക്കെ, സോ ഇവിടെ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾ നൈട്രജനും ഓക്സിജനും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം, കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓക്സിജൻ ആണ്. അതുകൊണ്ട് അയാൾ കാണുന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അങ്ങനെയല്ല, നമുക്ക് നൈട്രജൻ്റെ കേസിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള P3 കോൺഫിഗറേഷൻ ആണ് വരുന്നത്. പക്ഷേ ഓക്സിജൻ്റെ കേസിൽ എന്താ സംഭവിക്കുക? P4 കോൺഫിഗറേഷൻ ആണല്ലേ. സോ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇയാൾ എന്താണ്? ഹൈലി സ്റ്റേബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നൈട്രജൻ ആയിരിക്കും എന്ത് ചെയ്യാനായിട്ട് പോവുക? അയണൈസേഷൻ എനർജി കൂടുതൽ വരാനായിട്ട് പോകുക. ഓക്കെ, സോ ആൻസർ എന്തായിരിക്കും വരിക? നൈട്രജൻ ആയിരിക്കും, ദെൻ ഓക്സിജൻ ആയിരിക്കും, ദെൻ കാർബൺ ആയിരിക്കും, ദെൻ ബോറോൺ ആയിരിക്കും. ആൻസർ വരാനായിട്ട് പോകുന്നത് ബി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക അല്ലേ. ബി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. ഓക്കെ, സോ ഞാൻ ചില സ്പീഡിലാണ് പറയുന്നത്. നിങ്ങൾ എന്തായാലും സ്പീഡിലിട്ടായിരിക്കും വീഡിയോ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളെ തോപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സ്പ്ലനേഷനോടെ വായിച്ച് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ഹാസ് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും അല്ലെ. ഇലക്ട്രോ അഫിനിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് അത് ഓർത്തിരിക്കണം അല്ലേ. നമ്മുടെ ആ ഒരു ഹാലജൻസിനകത്ത് നിങ്ങൾക്ക് അറിയാം ക്ലോറിൻ ആണ് അല്ലേ. സോ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഫ്ലൂറിനാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈട്രജനും ഫോസ്ഫറസും നോക്കുന്ന സമയത്ത് ഈ ഒരു ഓർഡറാണ് ഫോളോ ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇലക്ട്രോൺ അഫിനിറ്റിയുടെ കേസിൽ ഈ ഒരു പർട്ടിക്കുലർ ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കുക. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് അല്ലേ. ഡിസ്കസ് ചെയ്ത് സൈസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ VSEPR തിയറി ദ മോളിക്കുലർ ജോമെട്രി ഓഫ് ClF3 അല്ലേ. ClF3 ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മോളിക്കുലർ ജോമെട്രി ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ സെൻട്രൽ മെറ്റൽ ആറ്റം ആരാന്ന് നോക്കണം. ആ ക്ലോറിനാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് എത്ര നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. നീ എത്ര ആറ്റംസ് ഉണ്ട് സറൗണ്ടിങ്ങിൽ? സറൗണ്ടിങ് ആറ്റത്തിൻ്റെ വാലൻസ് നോക്കുന്നു. അയാൾ മോണോ വാലൻ്റ് ആണ്. സോ 3 ബോണ്ട് ഫോം ചെയ്യുന്നു. പോയിട്ട് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, 2 ലോൺ പെയർ ഉണ്ട്. സോ ഇവിടെ 3 ബോണ്ട് പെയറും നോക്കുക, 3 ബോണ്ട് പെയറും 2 ലോൺ പെയർ. ഓക്കെ, 3 2 5 സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് 3 2 5 ആണ് വരാനായിട്ട് പോവുക. ഹൈബ്രിഡൈസേഷൻ sp3d, അതിന് തർക്കമൊന്നുമില്ല. ഒരു എസും 3 പിയും 1 ഡിയും ആണ് വരാനായിട്ട് പോവുക. സ്റ്റെറിക് നമ്പർ 5 ആണ് വരുന്നത്. സോ 3 2 5 വരുന്നത് നിങ്ങൾക്കറിയാം ഏത് ജോമെട്രിക്കാണ്? ആ ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡിലാണ്. പക്ഷേ ഇയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഷേപ്പ് എന്ന് പറയുന്നത് T ഷേപ്പ് ആണ് വരാനായിട്ട് പോകും അല്ലേ. ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് T ഷേപ്പ് ആണ് വരാനായിട്ട് പോകും. T ഷേപ്പ് ആണ് അല്ലേ. സോ ഇയാൾ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ
ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇതാ ഇങ്ങനെയാണ് ഇയാൾ ഇരിക്കാനായിട്ട് പോവുക. സോ ഇതാണ് നമ്മുടെ ആ പർട്ടിക്കുലർ ടി ഷേപ്പ് എന്ന് പറയാനായിട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ CL-F3യുടെ ടി ഷേപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനോട് നമ്മുടെ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയോടെ കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് നിങ്ങൾ F19 NMR എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സിഗ്നൽ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. എത്ര സിഗ്നൽ കിട്ടും മക്കളെ? 2 സിഗ്നൽ കിട്ടും അല്ലേ. ഇത് ആക്സിലാണ്, ഇത് ആക്സിലാണ്. ഇവർക്ക് 2 പേർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിഗ്നൽ കിട്ടും. ഇയാൾ എന്താണ്? ഇയാൾ ഇക്വറ്റോറിയലാണ്, ഇയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിഗ്നൽ കിട്ടും. മൊത്തം നമുക്ക് 2 സിഗ്നൽ കിട്ടും. ഇനി എത്ര ലൈൻസ് കിട്ടുമെന്ന് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരുന്നു അല്ലേ. സോ ഒരാൾ ഡബിളറ്റ് ആയിരിക്കും, ഒരാൾ എന്തായിരിക്കും? ട്രിപ്ലറ്റ് ആയിരിക്കും. സോ 3 × 2 6 ലൈൻസ് ആയിരിക്കും ഈ കേസിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകും. ഇയാളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനുമായി അല്ലെ, എല്ലാ ഇൻഫർമേഷനുമായി. സോ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. സോ ഇവിടെ നമ്മളോട് ഷേപ്പ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കേസിനകത്ത് നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടി ഷേപ്പാണ് വരാനായിട്ട് പോകും അല്ലേ. ഇയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ടി ഷേപ്പാണ് വരാനായിട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ ആറ്റം ഇൻ ദ ലീനിയർ മോളിക്യൂൾ. നോക്കുക, നമ്മുടെ ഹൈബ്രിഡൈസേഷൻ ആണ് സെനോൺ F2. ഇതെല്ലാം VSEPR തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. സെനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആറ്റം എന്ന് നമുക്ക് മനസ്സിലായി. എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 8 എണ്ണം. 1 2 3 4 5 6 7 8. എത്ര ഫ്ലൂറിൻ? 2 ഫ്ലൂറിനുണ്ട്. 2 ഫ്ലൂറിൻ ഇതാ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തു. പിന്നെ പോയിട്ട് ഒരു ലോൺ പെയർ, രണ്ടാമത്തെ ലോൺ പെയർ, മൂന്നാമത്തെ ലോൺ പെയർ. നോക്കുക, 3 ലോൺ പെയറും 2 ബോണ്ട് പെയറും. സോ 3 2 5 ആണ്. സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷന് സംശയമൊന്നും വേണ്ട. sp3d. ആൻസർ എന്തായിരിക്കും വരിക? ബി ആയിരിക്കും അതിന് ആൻസർ വരാനായിട്ട് പോകും അല്ലേ. ബി ആയിരിക്കും അതിന് ആൻസർ വരാൻ. ഇയാളുടെ ഷേപ്പ് എന്തായിരിക്കും വരിക മക്കളെ? ഇയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പ് ആയിരിക്കും. അതിനൊരു തർക്കവും വേണ്ട. ഇയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പ് ആയിരിക്കും വരാനായിട്ട് പോകും. ഓക്കെ, സോ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിക്കുന്നത്. sp3d ആണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ വരാനായിട്ട് പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ പൊസസ് എ പെർമനന്റ്. നോക്കുക, നമ്മൾ പെർമനന്റ് എന്താ, നമ്മൾ സീറോ ഡൈപോൾമെന്റ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നോൺ സീറോ ഡൈപോൾമെന്റ്. അത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ടെൻഷൻ കാരണം പകുതി അങ്ങ് നമ്മൾ വിഴുങ്ങും, നമ്മൾ തന്നെ വിഴുങ്ങും. അത് നമ്മുടെ ഒരു പ്രശ്നമാണ്, നമ്മുടെ ഒരു ലിമിറ്റേഷൻ അത്. അപ്പോൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. നോൺ സീറോ ഡൈപോൾമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. CO2 നിങ്ങൾക്ക് അറിയാം ഡൈപോൾമെന്റ് 0, BF3 0, CCl4 0. നോൺ സീറോ ഉള്ളത് ആർക്കാണ്? NH3 ആണ് എന്താണുള്ളത്? ഡൈപോൾമെന്റ് അവിടെ ഉള്ളത് അല്ലേ, ഡൈപോൾമെന്റ്. നിങ്ങൾ പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പോയിന്റ് ഗ്രൂപ്പ് വെച്ച് നിങ്ങൾക്ക് അത് പറയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പോയിന്റ് ഗ്രൂപ്പിനകത്ത് H ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും? അയാൾ നോൺ പോളർ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കാണിക്കാനായിട്ട് പോവുക. അയാൾ നോൺ പോളർ ആയിരിക്കും. അതുപോലെ തന്നെ ഇയാൾക്ക് ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി V ആണ് നിങ്ങളുടെ ഒരു പോയിന്റ് ഗ്രൂപ്പിലെങ്കിൽ ഇയാൾ പോളാർ ബിഹേവിയർ ആയിരിക്കും കാണിക്കാനായിട്ട് പോവുക. ഇയാൾക്ക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കും വരാനായിട്ട്. അല്ലേ, നമ്മുടെ NH3 പോയിന്റ് ഗ്രൂപ്പ് എന്താ? C3V പോയിന്റ് ഗ്രൂപ്പ്. ഇയാൾക്ക് എന്താ? D∞H പോയിന്റ് ഗ്രൂപ്പ്. ഇത് BF3 അല്ല, D3H പോയിന്റ് ഗ്രൂപ്പാണ് BF3 വരാനായിട്ട് പോകുക. സോ H ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നോൺ പോളാർ ആയിരിക്കും, ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. V ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഗ്രൂപ്പിനകത്ത് വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോളാർ ആയിരിക്കും, ഡൈപോൾ മൊമെന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും വരാനായിട്ട് പോവുക. ഇനി പോളാർ ആണെങ്കിലോ IR ആക്റ്റീവ് ആയിരിക്കും, നോൺ പോളാർ ആണെങ്കിലോ IR ഇനാക്റ്റീവ് ആയിരിക്കും. സോ അതൊക്കെ തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് അങ്ങനെ പോകാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് പെർമനന്റ് നോൺ സീറോ ഡൈപോൾ മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് C ആണ് വരാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറ്റോമിക് സ്പീഷീസ് ഈസ് പാരാമാഗ്നറ്റിക്. നിങ്ങൾക്ക് അറിയാം ഏതാണ് പാരാമാഗ്നറ്റിക്? O2 ആണ് പാരാമാഗ്നറ്റിക് അല്ലേ. പൈക്കകത്ത് നമുക്ക് 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇതാണ് അയാളുടെ ഹോമോ എന്ന് പറയാനായിട്ട് അല്ലേ. ഇതാണ് അയാളുടെ ഹോമോ. നമ്മൾ അവരുടെ ഡയറ്റോമിക് ടേം സിമ്പലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഡയറ്റോമിക് ടേം സിമ്പലൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിരുന്നു. സോ 3σg- ആണെന്ന് തോന്നുന്നു അതിൻ്റെ ആ ഒരു ടൈം സിമ്പിൾ വരാനായിട്ട് പോകും. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്താണെന്ന് നോക്കിയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ബോണ്ട് ഓർഡർ ഓഫ് O2 പോസിറ്റീവ്? നിങ്ങൾക്ക് നമ്മളിപ്പോൾ O2ൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ O2 പോസിറ്റീവ് ആണ്. ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുവാണ്. എവിടെ നിന്നാണ് റിമൂവ് ചെയ്യുന്നത്? ആൻറ്റി ബോണ്ടിങ് എന്നാണ്. സോ O2 ആണെങ്കിൽ 2 ആണ് ബോണ്ട് ഓർഡർ വരാനായിട്ട് പോകുന്നത്. സോ O2 പോസിറ്റീവ് ആണെങ്കിൽ 2.5 അല്ലെ. ആൻറ്റി ബോണ്ടിങ് എന്നാണ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? റിമൂവിങ് 1 ഇലക്ട്രോൺ ഫ്രം ദ ആൻറ്റി ബോണ്ടിങ് പൈ സ്റ്റാർ ഓർബിറ്റൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ബോണ്ട് ഓർഡർ 2 എന്നുള്ളത് 2.5 ആയിട്ട് മാറും അല്ലേ. സോ ആൻസർ വരുന്നത് A ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലോറൈഡ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ് ഹയസ്റ്റ് കോവലന്റ് ക്യാരക്ടർ ബേസ്ഡ് ഓൺ ഫജാൻസ് റൂൾ? ഫജാൻസ് റൂളായിട്ട് ബന്ധപ്പെട്ടിട്ട് കോവലന്റ് ക്യാരക്ടർ ആർക്കാണ് കൂടുതൽ? നോക്കിയാൽ ആനോൺ എല്ലാം സെയിം. അപ്പോൾ ആനോണെ നോക്കേണ്ട കാര്യമില്ല. പിന്നെ പോയിട്ട് കാറ്റോണെ നോക്കണ്ടേ അല്ലേ. അപ്പോൾ കാറ്റോൺ എന്താ നോക്കണ്ടേ? പോളറൈസേഷൻ ഓഫ് കാറ്റോണാണ് നിങ്ങൾ നോക്കാനായിട്ട് പോവുക. സോ സൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എന്താണ് ഹയസ്റ്റ് കോവലന്റ് ക്യാരക്ടർ വരുന്ന ആർക്കാണ് മക്കളെ? LACN അല്ലേ. D ഓപ്ഷൻ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. നെക്സ്റ്റ്, ഷേപ്പ് ഓഫ് SF4 മോളിക്യൂൾ അക്കോർഡിംഗ് ടു VSEPR തിയറി. SF4 അല്ലേ. SF4നെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ. SF4നെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. സെൻട്രൽ ആറ്റം സൾഫർ ആണ്. സൾഫർ ആണെങ്കിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 6 എണ്ണം അല്ലേ. 1 2 3 4 5 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉണ്ടാകാനായിട്ട് പോവുക. 4 ഫ്ലൂറിനുണ്ട്. ദാ ഒരു ഫ്ലൂറിൻ, രണ്ടാമത്തെ ഫ്ലൂറിൻ, മൂന്നാമത്തെ ഫ്ലൂറിൻ, നാലാമത്തെ ഫ്ലൂറിൻ ആൻഡ് ലാസ്റ്റ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും അല്ലേ. 4 1 5. സ്റ്റെറിക് നമ്പർ 5 ആണ് വരുന്നെങ്കിൽ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d ആയിരിക്കും വരാനായിട്ട് പോവുക. ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡിലായിരിക്കും. അതുപോലെ തന്നെ ഇയാളുടെ ഷേപ്പ്
എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? സീസോ ഷേപ്പ് ആയിരിക്കും അല്ലേ? ഇയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് സീസോ ഷേപ്പ് ആയിരിക്കും വരാനായിട്ട് പോകുക. സീസോ ഷേപ്പാണ് വരാനായിട്ട് പോകുക. ഇയാളുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താ മക്കളെ? ഇയാളുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും മക്കളെ? C2V പോയിന്റ് ഗ്രൂപ്പാണ് വരാനായിട്ട് പോകുക. നമ്മൾ മുമ്പ് ഒരു ടി ഷേപ്പ് പഠിച്ചിരുന്നു. ടി ഷേപ്പിൻ്റെയും പോയിന്റ് ഗ്രൂപ്പ് വരാനായിട്ട് പോകുന്നത് C2V പോയിന്റ് ഗ്രൂപ്പാണ്. C2V പോയിന്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിനകത്ത് SF4 എങ്ങനെ ഇരിക്കാനായിട്ട് പോവുക? SF4 എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കാനായിട്ട് പോവുക. അയാൾക്ക് എന്താണ്? സീസോ അല്ലെ, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, സീസോ ഷേപ്പ് ആയിരിക്കും വരാനായിട്ട് പോവുക. ഞാൻ ചോദിക്കുവാണ്, ഇതിനകത്ത് നിങ്ങൾ F19 NMR എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സിഗ്നൽ കിട്ടുമെന്ന് പറയാമോ? F19 NMR നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും 2 സിഗ്നൽ കിട്ടും. 2 സിഗ്നൽ കിട്ടും. എത്ര ലൈൻസ് കിട്ടുമെന്ന് പറയാമോ? 3x3 എൻ്റെ ട്രിപ്ലറ്റും 3x3 9 ലൈൻസ് ആണ് ഈ ഒരു കേസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവുക. ഞാൻ എക്സ്ട്രാ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സീസോ ആണ് അതിൻ്റെ ഷേപ്പ് വരാനായിട്ട് പോകുക. ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. ഓക്കെ, ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് ദ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോണ്ട് ആംഗിൾ? ബോണ്ട് ആംഗിളിൻ്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ബോണ്ട് ആംഗിളിൻ്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, നമുക്ക് എല്ലാം sp3 ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. നിങ്ങൾക്കറിയാം, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് സെൻട്രൽ ആറ്റത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ബോണ്ട് ആംഗിൾ കുറയാനായിട്ടാണ് പോവുക. സോ ഒരു ലോൺ പെയർ, 2 ലോൺ പെയർ, അങ്ങനെ ലോൺ പെയർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ട് ആംഗിൾ എന്ത് സംഭവിക്കും? ബോണ്ട് ആംഗിൾ കുറയും. ഓക്കെ, സോ മാക്സിമം ബോണ്ട് ആംഗിൾ വരുന്നത് CH4 ആണ്. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്, ബാക്കി 2 പേരും വെട്ടിക്കളഞ്ഞേക്കുക. അടുത്തത് നമ്മുടെ വാട്ടറും NH3 ആണ്. NH3ക്ക് ഒരു ലോൺ പെയർ ഉള്ളൂ, വാട്ടറിന് 2 ലോൺ പെയർ ഉണ്ട്. ആൻസർ വരുന്നത് ബി ആയിരിക്കും അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക അല്ലെ? ബി ആയിരിക്കും അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ഫോസ്ഫറസ് ഇൻ ദ മോളിക്യൂൾ ഓഫ് PCl5 ഇൻ ദ ഗ്യാസ് ഫേസ്. നോക്കിയേ, PCl5 എന്ന് പറഞ്ഞാൽ ട്രയഗണൽ ബൈ പിരമിഡലാണ്. ഇവിടുത്തെ കേസിൽ നമുക്ക് സ്റ്റെറിക് നമ്പർ 5 ബോണ്ട് ബേസ് അല്ലേ, ലോൺ പെയർ ഒന്നുമില്ല, 5 ബോണ്ട് ബേസ് ആണ് വരാനായിട്ട് പോകുക. സ്റ്റെറിക് നമ്പർ 5 ആണ് വരാനായിട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? sp3 D ആയിരിക്കും അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരാനായിട്ട് പോകുക. നെക്സ്റ്റ്, the structural geometry of I3 മൈനസിൻ്റെ ജോമെട്രി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ I3 മൈനസ് നിങ്ങൾക്ക് അറിയാം, I3 മൈനസിൽ നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാനായിട്ട് പറ്റും. സോ ഇയാൾ ലീനിയർ ഷേപ്പാണ് അല്ലേ, ഇയാൾ ലീനിയർ ആണ് വരാനായിട്ട് പോവുക. ഓക്കെ, സോ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ലീനിയറിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 D ആണ് ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ വരാനായിട്ട് പോവുക. സോ ആൻസർ വരുന്നത് എ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോവുക. ഓക്കെ, എ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ പൈ ബോണ്ട് അല്ലേ? പൈ ബോണ്ട് ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ആക്സിയൽ ഓവർലാപ്പ് ഓഫ് p ഓർബിറ്റൽ, ആക്സിയൽ ഓവർലാപ്പ് ഓഫ് s ആൻഡ് p ഓർബിറ്റൽ, പൈ ബോണ്ടിൻ്റെ ഫോർമേഷൻ അല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് എന്തായിരിക്കും? സൈഡ് വേസ് ഓവർലാപ്പ് p ഓർബിറ്റലായിരിക്കും വരാനായിട്ട് പോകും അല്ലേ? ആൻസർ വരുന്നത് ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ HSC എക്സാമിന് ചോദിച്ചിരുന്നു. കുറേ അധികം സെനോൺ കോമ്പൗണ്ട്സ് എന്നിട്ട് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ലോൺ പെയർ ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരുന്നു. സോ അതൊക്കെ ടിപ്പിക്കലായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സ്ഥിരമായിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് അതിനകത്തൊന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ഈ ഒരു കേസിനകത്ത് നമുക്ക് സെനോൺ F4 ആണ് അല്ലേ? സെനോൺ F4 നോക്കുക. സെൻട്രൽ ആറ്റം സെനോൺ ആണ്. എത്ര ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ? 8 എണ്ണം ഉണ്ട് അല്ലേ? 8 എണ്ണം ഉണ്ട്. നോക്കുക, 1 2 3 4 5 6 7 8. എത്ര ഫ്ലൂറിനുണ്ട്? 4 ഫ്ലൂറിന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. 4 ഫ്ലൂറിന് ഇവിടെ ഉണ്ട്. പോയിട്ട് നമുക്ക് ഒരു ലോൺ പെയർ, രണ്ടാമത്തെ ലോൺ പെയർ. നമ്മുടെ ആൻസറായി 2 എന്നുള്ളത് നമ്മുടെ ആൻസറായി. 2 ലോൺ പെയർ ആണ് ഈ ഒരു കേസിനകത്ത് വരാനായിട്ട് പോകും. ഓക്കെ, സോ ഇതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ നമുക്ക് നോക്കാം. 4 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണ് വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. 4 2 6 ആണ് വരാൻ പോകുന്നത്. സോ ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രലായിരിക്കും. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ മക്കളെ? സ്ക്വയർ പ്ലാനാർ ഷേപ്പ് ആയിരിക്കും വരാനായിട്ട് പോകും. ഇയാളുടെ ഷേപ്പ് എന്താണ്? സ്ക്വയർ പ്ലാനാർ ഷേപ്പാണ് വരാനായിട്ട് പോകുക. ഇയാൾ ഇങ്ങനെയായിരിക്കും ഇരിക്കാനായിട്ട് പോകും. ഇതാണ് നമ്മുടെ സെനോൺ F4 എന്ന് പറയുന്നത്. സെനോൺ F4 എന്ന് പറയുന്നത് ഇയാളുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താ മക്കളെ? പോയിന്റ് ഗ്രൂപ്പ് D4H ആയിരിക്കും പോയിന്റ് ഗ്രൂപ്പ് വരാനായിട്ട് പോകും. D4H ആയിരിക്കും പോയിന്റ് ഗ്രൂപ്പ് വരാനായിട്ട് പോകുക. ഇയാളുടെ F19 NMR സിഗ്നൽ എടുത്ത് കഴിഞ്ഞാൽ എത്ര സിഗ്നൽ കിട്ടും? ഒറ്റ സിഗ്നൽ മാത്രമേ കിട്ടത്തുള്ളൂ. എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കാനായിട്ട് പോവുക. സോ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് സെൻട്രൽ ആറ്റത്തിൽ? 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ്, ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ ചോദിക്കാം കേട്ടോ. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോൺസ് പ്രസന്റ് ഉണ്ട് സെൻട്രൽ ആറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ എന്ന് വേണമെങ്കിലും ചോദിക്കാം, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാം. കാരണം എന്താ? ഒരു ഫ്ലൂറിൽ 3 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ആ 4 ഫ്ലൂറിനെയും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ലോൺ പെയർ വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയും ചോദിക്കാം. നെറ്റിലൊക്കെ അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ സെൻട്രൽ ആറ്റത്തിലുള്ള ലോൺ പെയർ ആണോ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? തെറ്റിപ്പോൾ. നമ്മളിപ്പോഴും സെൻട്രൽ ആറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സെൻട്രൽ ആറ്റം വിചാരിക്കും. സോ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മോളിക്കുലർ ജോമെട്രി ഓഫ് സെനോൺ OF4 ആണ് അല്ലേ? സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോളിക്കൂളാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു മോളിക്കൂളാണിത്. സോ ഇവിടുത്തെ സെൻട്രൽ ആറ്റം വരുന്നത് സെനോൺ ആണ്. സോ എത്ര ലോൺ പെയർ ഓഫ് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 8 എണ്ണം അല്ലേ? 1 2 3 4 5 6 7 8 അല്ലേ? സോ ഒന്നാമത്തെ ഫ്ലൂറിൻ, രണ്ടാമത്തെ ഫ്ലൂറിൻ, മൂന്നാമത്തെ ഫ്ലൂറിൻ, നാലാമത്തെ ഫ്ലൂറിൻ. ഓക്സിജൻ നിങ്ങൾക്ക് അറിയാം ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. പോയിട്ട് ഒരു ലോൺ പെയർ ഇവിടെ നിൽപ്പുണ്ട്. സോ ഇവിടെ 1 2 3 4 അല്ലേ? 1 2 3 4 ഫ്ലൂറിനും ഒരു ഓക്സിജനും. സോ 5
ബോണ്ട് പെയർ ഇവിടെ ഉണ്ട്, പ്ലസ് ഒരു ലോൺ പെയർ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 5 1 6 സ്റ്റെറിക് നമ്പർ 6 ആണ് വരാനായിട്ട് പോവുക. ഇയാളുടെ ജോമെട്രി ഒപ്റ്റാഹെഡ്രൽ ജോമെട്രി ആണ് അല്ലേ. ജോമെട്രി എന്ന് പറയുന്നത് ഒപ്റ്റാഹെഡ്രൽ ആണെങ്കിൽ ഇയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരാനായിട്ട് പോവുക? ഇയാളുടെ ഷേപ്പാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ വരാൻ പോകാം മക്കളെ? സ്ക്വയർ പിരമിഡിലായിരിക്കും അല്ലേ. ഇയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിലായിരിക്കും വരാനായിട്ട്. ഓക്കെ, സ്ക്വയർ പിരമിഡിലാണ്. സോ ആൻസർ വരുന്നത് എന്താണ്? ബി ആണ് അതിൻ്റെ ആൻസർ. സ്ക്വയർ പിരമിഡിലാണ് അതിൻ്റെ ഷേപ്പ് വരാനായിട്ട് പോകുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലിഥിയം ഷോസ് എ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് ഓഫ് ദ ഫോളോയിങ്. എന്താണ്? ഉറപ്പായിട്ടും അത് മഗ്നീഷ്യം ആയിരിക്കും. അതിനകത്തൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് അതിൻ്റെ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, എന്താണ് അതിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്നൊക്കെ ചോദിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്മോൾ സൈസും ആ ഒരു പോളറൈസേഷൻ, ഹൈ പോളറൈസേഷനും ഹൈ ലാറ്റിസ് എനർജി ഒക്കെ കാരണമാണ് ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടികൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഹൈഡ്രേഷൻ എനർജി? ഹൈഡ്രേഷൻ എനർജി എന്ന് കേട്ടാൽ ലാറ്റിസ് എനർജി ഹൈഡ്രേഷൻ എനർജി കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സൈസ് വളരെ കുറവായിരിക്കണം. അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരുന്നത് ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ആൻഡ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആൻഡ് സീഷ്യം. ഇല്ല, 4 പേര് തന്നിട്ടുള്ളൂ. സോ ആൻസർ വരുന്നത് ബി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ സ്മോളർ അയോൺസ് ഹയർ ചാർജ് ഡെൻസിറ്റീസ് അലോയിങ് ദം ടു അട്രാക്ട് ആൻഡ് ബൈൻഡ് ദ വാട്ടർ മോർ സ്ട്രോങ്ലി. ഓക്കെ, സോ അതാണ് നമ്മുടെ കൺസെപ്റ്റ്. സോ നിങ്ങൾക്കറിയാം ഹൈഡ്രേഷൻ എനർജി, ലാറ്റിസ് എനർജി നമ്മൾ പറഞ്ഞതാണ്. ലാറ്റിസ് എനർജി നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഡയർലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ആണ്. സൈസ് കുറയുന്നതനുസരിച്ച് ലാറ്റിസ് എനർജി കൂടും, ചാർജ് കൂടുന്നതനുസരിച്ച് ലാറ്റിസ് എനർജി എന്ത് ചെയ്യും? കൂടാനായിട്ടാണ് പോകുക. ഓക്കെ, സോ കറക്റ്റായിട്ട് അത് ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ സ്പീഷീസ് പോസസ് എ സ്ക്വയർ പ്ലാനാർ ജോമെട്രി? സ്ക്വയർ പ്ലാനാർ ജോമെട്രി ഉള്ള ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SF4 നമ്മൾ പറഞ്ഞിരുന്നു, സീസോ ഷേപ്പാണ് അയാൾക്ക് വരാനായിട്ട് പോകാൻ നമ്മൾ പറഞ്ഞിരുന്നു. BF3 ടെട്രാഹെഡ്രൽ ആണ്, BF4 മൈനസ് ടെട്രാഹെഡ്രൽ, NH4 പോസിറ്റീവ് ടെട്രാഹെഡ്രൽ ആണ്. സെനോൺ എന്ന് പറയുന്നത് എന്താണ്? സെനോൺ F4 നമ്മളിപ്പോൾ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. അയാളുടെ കേസിൽ സ്ക്വയർ പ്ലാനാർ ആണ് വരാനായിട്ട് പോകുക അല്ലേ. ഹയർ സ്ക്വയർ പ്ലാനാർ ആണ്. ആൻസർ വരുന്നത് ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബെൻസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ദ ബെൻസ് റൂൾ ഇൻ ട്രയഗണൽ ബൈപിരിമിഡൽ ജോമെട്രി ലൈക്ക് PCl3F2 വേർ ഡു ദ എന്താണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ഫ്ലൂറിൻ ആറ്റംസ് പ്രിഫർ ടു സബ്സ്റ്റിറ്റ്യൂട്ട്? ഞാൻ പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ട്രയഗണൽ ബൈപിരിമിഡൽ ജോമെട്രിയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇവരെ കൊണ്ട് വെക്കാം, അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അക്കോർഡിംഗ് ടു ദ ബെൻസ് റൂൾ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എവിടെ ഇരിക്കണം? ആക്സിയൽ പൊസിഷൻ വേണം ഇരിക്കാനായിട്ട്. ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എവിടെ ഇരിക്കണം? ഇക്വറ്റോറിയൽ പൊസിഷൻ വേണം ഇരിക്കാനായിട്ട്. പൈ ബോണ്ടോ ലോൺ പെയറോ ലാർജ് സൈസുള്ള ഗ്രൂപ്പോ ഒക്കെ തന്നെ എവിടെ ഇരിക്കണം? ഇക്വറ്റോറിയൽ പൊസിഷൻ വേണം ഇരിക്കാനായിട്ട്. അതാണ് നമ്മുടെ ബെൻസ് റൂൾ എന്ന് പറയുന്നത്. ഇനി പെന്റഗണൽ ബൈപിരമിഡിൽ പോകുമ്പോൾ ഇത് നേരെ തിരിയും അല്ലേ, നമ്മൾ അവിടെ പഠിച്ചിരുന്നു, നേരെ തിരിയും ആ റൂള്. സോ എന്തായാലും ബെൻസ് റൂൾ ഇൻ ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിക്ക് അത് ഓർത്തിരിക്കണം. ഹൈലി ഇലക്ട്രോനെഗറ്റീവ്, മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എവിടെ ഇരിക്കാനായിട്ട് പോവുക? ആക്സിയൽ പൊസിഷനിലായിരിക്കും ഇരിക്കാനായിട്ട് പോവുക. ആക്സിയൽ പൊസിഷനിലായിരിക്കും ഇരിക്കാനായിട്ട് പോവുക. നെക്സ്റ്റ്, ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ആറ്റംസ് ഇൻവോൾവ് ഇൻ ദ ടെർമിനൽ ആൻഡ് ബ്രിഡ്ജിംഗ് ഡൈബ്രോയിൻ. B2H6 ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇയാളുടെ പോയിന്റ് ഗ്രൂപ്പ് ഒരു തവണ ചോദിച്ചിരുന്നു. D2H ആണ് ഇയാളുടെ പോയിന്റ് ഗ്രൂപ്പ് വരാനായിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം, ഇവിടെ 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട്, 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട്, 2 3 സെൻറ്റർ. ആ ബനാന ബോൺസ് രണ്ടും എന്താണ്? 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോൺസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കും. ഇവിടെ നിങ്ങൾ H1NMR സിഗ്നൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെക്ട്രോസ്കോപ്പി H1NMR സിഗ്നൽ എടുത്താൽ 2 സിഗ്നൽ കിട്ടും അല്ലേ. ആ ബനാന ബോണ്ടിലുള്ള 2 ഹൈഡ്രജൻ ഒരു സിഗ്നൽ വരും, ബാക്കി 4 ഹൈഡ്രജൻസ് കൂടെ ചേർന്നിട്ട് ഒരു സിഗ്നൽ ആയിരിക്കും തരാനായിട്ട് പോകും. എന്താ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നത്? ഈ രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇരിക്കാനായിട്ട് പോവുക. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ 2 ഹൈഡ്രജൻസ് അല്ലേ, ആ ഒരു പർട്ടിക്കുലർ ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും ചേർന്നൊരു സിഗ്നൽ കിട്ടും. ബാക്കി ടെർമിനൽ ഹൈഡ്രജൻസ് 4 എണ്ണം കൂടെ ചേർന്നൊരു സിഗ്നൽ കിട്ടും. അവിടെ 2 പ്രോട്ടോൺ NMR സിഗ്നലും കിട്ടും. പക്ഷേ നിങ്ങൾ B11NMR സിഗ്നൽ, നമ്മുടെ ബോറോൺ NMR ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സിഗ്നലേ കിട്ടത്തുള്ളൂ. കാരണം 2 ബോറോണും എന്താണ്? സിമിലർ ആയിട്ടാണ് വരാനായിട്ട് പോകുക. അവിടെ ഒറ്റ സിഗ്നൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു, ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. sp3 ആണ് ഹൈബ്രിഡൈസേഷൻ വരാനായിട്ട് പോകുക അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ഡ്രാഗോസ് റൂൾ, ഡ്രാഗോസ് മോളിക്യൂളിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ബോണ്ട് ആംഗിൾ ഇൻ ഫോസ്ഫീൻ PH3 is close to 90 ഡിഗ്രി എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു ആരൊക്കെയാണ് ആ കറക്റ്റായിട്ട് ഡ്രാഗോസ് മോളിക്യൂൾ. ഡ്രാഗോസ് മോളിക്യൂളിൻ്റെ കേസിൽ അവർക്ക് നോ ഹൈബ്രിഡൈസേഷൻ ആണ്, അവർക്ക് ഹൈബ്രിഡൈസേഷൻ ഇല്ല. അവരുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90-92 ആ ഒരു റേഞ്ചിലായിരിക്കും വരാനായിട്ട് പോകുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവർ നല്ല റെഡ്യൂസിങ് ക്യാരക്ടർ കാണിക്കുന്ന ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രാഗോസ് മോളിക്യൂൾ. സോ എന്താ അവർ ആ ബോണ്ടിങ് ഇൻവോൾവ്സ് ഓൾമോസ്റ്റ് എന്താണ്? പ്യുവർ ഫോസ്ഫറസ് ആണ്. സോ അതാണ് എൻ്റെ റീസൺ വരാനായിട്ട് പോകും അല്ലേ. സോ PH3 ASH3 ഇവരെല്ലാം തന്നെ എന്താണ്? ഡ്രാഗോസ് മോളിക്യൂളിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോറോൺ ഹാലൈഡ് ഫീച്ചേഴ്സ് ദ സ്ട്രോങ്ങസ്റ്റ് p-pi ബാക്ക് ബോണ്ടിങ്? ഞാൻ പറഞ്ഞിരുന്നു ബാക്ക് ബോണ്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു 2p ഓവർലാപ്പിംഗ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരാനായിട്ട് പോകുക. ഇവിടെ 2p ഇൻട്രാക്ഷൻ വരുന്ന ആർക്കാണ്? BF3 അല്ലേ. BF3 ആൻസർ വരുന്നത് C ആണ് വരാനായിട്ട് പോകുക. നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം, ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നിങ്ങളോട് ലൂയിസ് അസിഡിറ്റി, ലൂയിസ് ബേസിറ്റിയുടെ ഒക്കെ ഓർഡർ ചോദിക്കും. സോ ഓർത്തിരിക്കണം, ലൂയിസ് അസിഡിറ്റിക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലൂയിസ് ബേസിസിറ്റി ആണ്.
ലൂയിസ് ബേസിസിറ്റി ആണ് ഈ ഒരു പോയിന്റ് ഒക്കെ തന്നെ ഓർത്തിരിക്കണം. ഇവരെ ലൂയിസ് അസിഡിറ്റഡ് ഓർഡറിലും ലൂയിസ് ബേസിസിറ്റി ഓർഡറിലും ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. സോ ബാക്ക് ബോണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്പെഷ്യൽ കോൺഫിഗറേഷൻ ഓഫ് പെൻറ്റാഫ്ലൂറോസിനേറ്റ് അയോൺ ഈസ് ഡിറ്റർമൈൻഡ് ഈസ്. നോക്കിയേ, xenon F5-, ഞാനിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മോളിക്കൂളാണ്. xenon ആണ് സെൻട്രൽ ആറ്റം വരാനായിട്ട് ഇപ്പോൾ 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് ഒരാൾ കുറച്ച് വേണം എഴുതാനായിട്ട്. സോ ഇവിടെ ഒരാളെ കൂടെ ആഡ് ചെയ്യണം. സോ 8 1 9 വരും. 1 2 3 4 5 6 7 8 9 അല്ലേ. സോ 1 2 3 4 5 ഫ്ലൂറിനെ നമ്മൾ കൊടുത്തു. 5 ബോണ്ട് പേഴ്സ് നമുക്കിവിടെ കിട്ടി. പോയിട്ട് നമുക്ക് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കിട്ടാനായിട്ട് പോകും അല്ലേ. സോ 5 ബോണ്ട് പെയർ ഉണ്ട്. 5 ബോണ്ട് പെയറും 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സ്റ്റെറിക് നമ്പർ 7 ആണ് വരാനായിട്ട് പോകുക. എന്താണ് പെൻറ്റഗണൽ ബൈ പിരമിഡലാണ് ഇതിൻ്റെ ജോമെട്രി വരാനായിട്ട് പോകുക. പക്ഷേ നമുക്ക് ഷേപ്പാണ് അറിയേണ്ടത്. സോ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരാനായിട്ട് പോകുക? പെൻറ്റഗണൽ പ്ലാനർ ആയിരിക്കും അല്ലേ. പെൻറ്റഗണൽ പ്ലാനർ 2 ലോൺ പെയർ ആണ്. സോ അതുകൊണ്ട് തന്നെ പെൻറ്റഗണൽ പ്ലാനർ ആണ് വരാനായിട്ട് പോകുക. ആൻസർ വരുന്നത് എ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക അല്ലേ. പെൻറ്റഗണൽ പ്ലാനർ ആണ് വരാനായിട്ട് പോകുക. എ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. നെക്സ്റ്റ് ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ദെൻ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓർത്തോ ഹൈഡ്രജൻ, പാരാ ഹൈഡ്രജൻ എന്താണ്, ദെൻ അവരുടെ റിയാക്ടിവിറ്റി, അവരുടെ പ്രോപ്പർട്ടി, കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വേണേൽ ചോദിക്കാം. ഓക്കെ, സോ നമ്മുടെ HSC എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മുടെ സമയം വെറുതെ അവർ കളയിക്കും. സോ അതും ഒരു ട്രിക്കാണ്. സോ നമ്മുടെ സമയം കളയാനായിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തോ മാത്സ് ഫോളോയിങ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. എല്ലാം വായിച്ച് നോക്കി ചെയ്യരുത്. ഓരോ ഓപ്ഷൻ വായിച്ച് നോക്കുക. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആൻസർ ചെയ്ത് പോകാനായിട്ട് അല്ലേ. സോ നമ്മുടെ ഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അയണിക് ഹൈഡ്രേറ്റ്സ്, മോളിക്കുലാർ അല്ലെങ്കിൽ കോവലന്റ് ഹൈഡ്രേറ്റ്സ്, ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ്, ഇതിനൊക്കെ എക്സാമ്പിൾ ചോദിക്കും. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വേണേൽ ചോദിക്കാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഫോർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ ഫോർ മോളിക്കുലാർ ഹൈഡ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ആപ്ലിക്കേഷനുള്ള പ്രൊഡക്റ്റാണ് അല്ലേ. ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹെവി വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് വാട്ടർ, ഹാർഡ് വാട്ടർ, നമ്മുടെ എന്താണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചിരുന്നു. സോ എന്തുമൂലമാണ് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇതിനെ റിമൂവ് ചെയ്യുന്നത്, സോ സോഫ്റ്റ് ഹാർഡ്നെസ്സിന് കാരണം എന്താണ്, ഹാർഡ് വാട്ടറിന് കാരണമായിട്ടുള്ള ആ ഒരു റീസൺ എന്താണ്, സോ ആരൊക്കെയാണ് അവിടെ വരുന്നത്, സോ ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. റിമൂവൽ അവരെ എങ്ങനെ റിമൂവ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ അതാണ് ആ ഒരു ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ദെൻ എസ് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഹൈഡ്രോക്സൈഡിൻ്റെ ബേസിക് ഓർഡർ എങ്ങനെയാണ് വരാനായിട്ട് പോവുക. ദെൻ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഈ ഒരു അയണിക് മൊബിലിറ്റി ആയിരുന്നു തോന്നുന്നു ചോദിച്ചിരുന്നത്. സോ അത് ഓർത്തിരിക്കുക. അയണിക് മൊബിലിറ്റി, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ഒക്കെ തന്നെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. കുറച്ചധികം പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേക്കുക. നിങ്ങളുടെ നോട്ടിനകത്ത് ഇല്ലെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ആൽക്കലി ന്യൂർത്ത് മെറ്റൽസിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ സൊല്യൂബിലിറ്റിയുടെ ഓർഡർ, ദെൻ അവരുടെ ഓക്സൈഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അത് അൺഫോട്ടറിക് ആയിട്ടുള്ള ഓക്സൈഡ് ഏതാണ്, ബേസിക് ആയിട്ടുള്ള ഓക്സൈഡ് ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ്സ് ആണ്. അതെല്ലാം തന്നെ നിങ്ങളുടെ നോട്ടിനകത്ത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദെൻ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ആൽക്കലി എർത്ത് മെറ്റൽസ് ഉണ്ട്. സോ ഇവരെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാകണം. അക്യൂട്ട് ലൈമ, സ്ലേക്കൽ ലൈമ, ലൈം സ്റ്റോം, ബ്ലാസ്റ്റോ പാരിസ്, സോ അവരുടെയൊക്കെ ഫോർമുലേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മൊത്തത്തിലൊരു ചോദ്യം ചോദിക്കത്തുള്ളൂ. മാക്സിമം അത് BSc തിയറി എന്നാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക്സ് എല്ലാം തന്നെ ഒന്ന് കവർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ എല്ലാം ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, സോ ഓർത്തോ ആൻഡ് പാരാ ഹൈഡ്രജൻ ഡിഫർ ഇൻ ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കി, ഞാൻ ഓർത്തോ ആൻഡ് പാരാ ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഡയറക്ഷൻ ഓഫ് ന്യൂക്ലിയർ സ്പിൻ ആണ് അല്ലേ. ഡയറക്ഷൻ ഓഫ് ന്യൂക്ലിയർ സ്പിൻ അനുസരിച്ചാണ് നമ്മൾ ഓർത്തോ ആൻഡ് പാരാ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. തന്നെ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു പോയിന്റിനകത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ബൊറാസിൻ അല്ലേ. ഇനോർഗാനിക് ബെൻസിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് ഒരു തവണ സെറ്റിനും ചോദിച്ചതാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം സെറ്റ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, സോ എന്താണ് B3N3 H6 എന്നാണ് ആൻസർ വരാനായിട്ട് പോവുക. ഓക്കെ, സോ ഇയാളുടെ പോയിന്റ് ഗ്രൂപ്പ് ഓർത്തിരിക്കണം. D3H ആണ് ഇയാളുടെ പോയിന്റ് ഗ്രൂപ്പ് വരാനായിട്ട് പോകുക. ഇയാളുടെ റിയാക്ഷൻസ്, ഇയാളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഡൈബറൈൻ കണ്ടെയ്ൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോണ്ടിങ് കോമ്പിനേഷൻ. ഞാൻ ഡൈബറൈനെ കുറിച്ച് മുമ്പേ പറഞ്ഞിരുന്നു അല്ലേ. 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ 2 3 സെൻറ്റർ 3 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആൻഡ് 2 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് ആണ് ഉണ്ടാകാനായിട്ട് പോവുക. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ B11 NMR, H1 NMR എല്ലാം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ദ മോളിക്കുലാർ ഷേപ്പ് ഓഫ് xenon hexa
ഫ്ലൂറൈഡ് ഇൻ ദ ഗ്യാസ് ഫേസ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്. നോക്കിയാൽ ഈ ഒരു കേസിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കണം. സോ ഈ ഒരു കേസിനകത്ത് നമുക്കറിയാം സെനോൺ ആണ് സെൻട്രൽ മെറ്റൽ ആയിട്ട് വരാനായിട്ട് പോവാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7 1 8. സോ നമുക്ക് 6 ബോണ്ടുകൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. 6 ബോണ്ട് ഫേസ് ഇവിടെ ഉണ്ട്. 6 ബോണ്ട് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ജോമെട്രി വരാനായിട്ട് പോകുന്നത് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോമെട്രിയാണ് വരേണ്ടത്. അയാൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു ലോൺ പെയർ ഉള്ളതുകൊണ്ട് അതിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് നിൽക്കാനായിട്ട് പോകുക. ഓക്കെ, സോ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രലാണ്. ഇത് ഒരു സ്പെഷ്യൽ കേസ് പോലെ ഓർത്തിരിക്കണം. Xenon F6 എന്ന് പറയുന്നത്. സോ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രലാണ് അയാളുടെ ജോമെട്രി വരാനായിട്ട് പോകുക. അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻഷൻ മെറ്റൽ അയോൺസ് ഈസ് ഡയാമാഗ്നറ്റിക് അല്ലേ? അൺപെയർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ തന്നെ പഠിച്ചു പോയതാണ്. ഓക്കെ, അപ്പോൾ ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അൺപെയർ ഇലക്ട്രോൺസ് 0 ആയിരിക്കണം. സോ നോക്കുക, ടൈറ്റാനിയം 3 പോസിറ്റീവ്, D1 സിസ്റ്റം, അടുത്ത് D2 സിസ്റ്റം, അടുത്ത് D3 സിസ്റ്റം അല്ലേ? സോ ഈ ഒരു കേസിനകത്ത് നമ്പർ ഓഫ് അൺപെയർ ഇലക്ട്രോൺ 1, നമ്പർ ഓഫ് അൺപെയർ ഇലക്ട്രോൺ 2, നമ്പർ ഓഫ് അൺപെയർ ഇലക്ട്രോൺ 3. സ്കാനിയം ആണെന്നുണ്ടെങ്കിൽ D0 സിസ്റ്റം, നമ്പർ ഓഫ് അൺപെയർ ഇലക്ട്രോൺ 0. അപ്പം ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്ന ആരാണ്? C ആണ് അല്ലേ? സോറി, D ആണ് അതിന് ആൻസർ വരുന്നത്. സ്കാൻഡിയം 3 പോസിറ്റീവ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോമൺലി എക്സിബിറ്റഡ് എമംഗ് ഡി ബ്ലോക്ക് ട്രാൻസിഷൻ എലമെന്റ്സ്? ഓസ്മിയം ആൻഡ് നിങ്ങൾക്കറിയാം അത് ഏതാണ് ആ കോംപ്ലക്സ് എന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് എന്ന് പറയാനായിട്ട് പോകുക. സോ രണ്ടുപേരും എന്ത് കാണിക്കും? +8 കോൺഫിഗറേഷൻ ആണ്. അതിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പോകുന്നത് +8 ആണ്. സോ ഓർത്തിരിക്കുക, അവർ രണ്ടുപേരും +8 കാണിക്കും എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ എമംഗ് ദ ഫോളോയിങ് ഹൈഡ്രേറ്റ്സ് വിച്ച് വൺ ഈസ് ക്ലാസിഫൈഡ് ആസ് ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രേറ്റ് അല്ലെ? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അറിയാം ഏതാണ്. എ ആണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ? ടൈറ്റാനിയം H ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. സോ അതാണ് നമ്മുടെ interstitial hydrogen example. Next, the strength of individual intermolecular hydrogen bonding generally forms which order എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ആ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ ആ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള ആളാണോ അയാളായിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പോവുക. സോ ഉറപ്പായിട്ടും HF ആയിരിക്കും ഫോം ചെയ്യാനായിട്ട് പോകുക. HF ഫോം ചെയ്യുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, ബാക്കി 2 വെട്ടിക്കളഞ്ഞേക്കുക. ദെൻ HF കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ആണ് വരാനായിട്ട് പോകുക. സോ നെക്സ്റ്റ് ആൻസർ വരുന്നത് C ആയിരിക്കും അല്ലേ? ആൻസർ വരുന്നത് C ആണ്. HF, H2 ആൻഡ് NH3 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. ഓക്കെ, ആൻസർ വരാനായിട്ട് പോകുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് കളർ ഇറ്റ് ഈസ് ഇമ്പാർട്ടൻറ്റ് ടു ദ ബെൻസൺ ഫ്ലെയിം? കാൽസ്യം സോൾട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കളർ ഞാൻ പറഞ്ഞു. ഫ്ലെയിം ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഒരു ഫ്ലെയിം ടെസ്റ്റ് തരുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊക്കെ കളറാണെന്നുള്ളത്. കാൽസ്യം ആണെന്നുണ്ടെങ്കിൽ ബ്രിക്ക് റെഡ് ആണ് തരാനായിട്ട് പോവുക. സ്ട്രോൺഷ്യം ആണെന്നുണ്ടെങ്കിൽ ക്രിസം റെഡ് അല്ലെ? സ്ട്രോൺഷ്യത്തിന് ക്രിസം റെഡ് ആണ് തരാനായിട്ട് പോകുക. അത് ഓർത്തിരിക്കുക. കാൽസ്യം ആണെങ്കിൽ ബ്രിക്ക് റെഡ്. നമ്മൾ ഓൾറെഡി ലാബിലൊക്കെ ചെയ്യുന്നതൊക്കെയാണ്. സോ കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിലിക്കേസ് കണ്ടെയ്നിങ് എ സിംഗിൾ ചെയിൻ സ്ട്രക്ചർ formed by sharing 2 oxygen atoms per silicate tetrahedron is called. എന്താണ് എന്നെ വിളിക്കുന്നത്? നമ്മളതിനെ എന്താ വിളിക്കാനായിട്ട് പോവുക? നമ്മളതിനെ പൈറോക്സിൻസ് ആണ് വിളിക്കാനായിട്ട് പോകുക അല്ലേ? പൈറോക്സിൻസ് ആണ് വിളിക്കാനായിട്ട് പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അനോമസ് ബിഹേവിയർ ഓഫ് ലിഥിയം വിതിൻ ദ മെറ്റൽ ആൽക്കലി മെറ്റൽസ് ഈസ് ഫെമിലിയർലി ഡ്രിവൺ. ഡയഗണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നോക്കി, എന്താ റീസൺ? എക്സെപ്ഷണലി സ്മോൾ അറ്റോമിക് സൈസ് ആൻഡ് ഹൈ പോളറൈസിംഗ് പവർ അല്ലേ? എക്സെപ്ഷണലി സ്മോൾ അറ്റോമിക് സൈസ് ആൻഡ് ഹൈ പോളറൈസിംഗ് പവർ എന്നുള്ളതാണ് ആൻസർ വരാനായിട്ട് പോകുക. ആൻസർ വരുന്നത് B ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. B ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, എനിക്കറിയാം ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞു പോകുന്നുള്ളത്. സോ ബട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി പോകാന്നുള്ളതേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുക എന്നുള്ളതാണ്, പരിചയപ്പെടുക എന്നുള്ളതാണ്, ഏതൊക്കെ ഏരിയ എന്നാണ് ചോദിക്കുന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ലോ ആയിട്ട് കാണാൻ വരും അല്ലേ? സോ ചുമ്മാ പറഞ്ഞാണ്. നിങ്ങൾ ഇച്ചിരി സ്പീഡിട്ട് കണ്ടുപോക്കോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കൺസെപ്റ്റ് കറക്റ്റായിട്ട് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും പിടികിട്ടും. കാരണം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തൊന്നും സാധാരണ ചോദിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞു മാക്സിമം ECPR തിരിയുന്നതായിരിക്കും ചോദ്യം ചോദിക്കാനായിട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ സൈനൈഡേഷൻ പ്രോസസ് ഫോർ ലീച്ചിങ് ഗോൾഡ് ഓർ വിച്ച് കോർഡിനേഷൻ കോംപ്ലക്സ് ഈസ് ഫോംഡ്? ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഈ പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത് ചോദിക്കും. മാക് ഫോർദർ പ്രോസസ് അല്ലേ? മാക് എന്താണ്? ഓർദർ എന്താ സൈനൈഡ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ആ ഒരു പ്രോസസ്സാണ്. സോ ഇവിടുത്തെ ആ ഒരു ഏത് കോംപ്ലക്സ് ആയിട്ടാണ് നിൽക്കുന്നുള്ളതാണ്. സോ AuCN2 ടൈംസ് മൈനസ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഫോമിലാണ് നിൽക്കാനായിട്ട് പോകുക. ഓർത്തിരിക്കണം, ആ കോംപ്ലക്സ് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻസർ വരുന്നത് B ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകും അല്ലേ? മാക് ഓർദർ സൈനൈഡ് പ്രോസസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് xenon ഇൻ xenon ട്രൈ ഓക്സൈഡ് എന്നുള്ളതാണ്. സോ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സാധനം ചോദിക്കുമ്പോൾ നേരെ എഴുതുക. xenon O3 ആണ് വരാനായിട്ട് പോകുക. xenon എന്ന് പറഞ്ഞാൽ 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7 8. ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. സോ 3 ഓക്സിജൻസ് ഡബിൾ ബോണ്ട് ഫോം ചെയ്താൽ പിന്നെ പോയിട്ട് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇവിടെ 3 ബോണ്ട് പെയർ ഉണ്ട്. 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ് വരാനായിട്ട് പോവുക. ആ സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. സ്റ്റെറിക് നമ്പർ 4 ആണെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഉറപ്പായിട്ടും sp3
sp3 അല്ലേ, പിരമിഡിലായിരിക്കും ഷേപ്പ് വരാനായിട്ട് പോവുക. സോ ആൻസർ വരുന്നത് sp3 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് Fe2+. ഇങ്ങനെ അയോൺ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈ സ്പിന്നിലായിരിക്കും നിൽക്കാനായിട്ട് പോവുക. എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു n is equal to 1 വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും മറ്റേ ഇക്വേഷൻ എഴുതി √n × n+2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റ് 1.73 ബോർ മാഗ്നറ്റോൺ ആണ് വരാനായിട്ട് പോവുക. അതങ്ങനെ ഓർത്തിരിക്കണം. ഇനി 2 എണ്ണമാണ് വരാനായിട്ട് പോകുന്നെങ്കിൽ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 2.83 ബോർ മാഗ്നറ്റോൺ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോവുക. 3 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 3.87 ബോർ മാഗ്നറ്റോൺ ആണ് വരാനായിട്ട് പോവുക. 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 4.90 ബോർ മാഗ്നറ്റോൺ ആണ് വരാനായിട്ട് പോവുക. 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 5.92 ബോർ മാഗ്നറ്റോൺ ആണ് വരാനായിട്ട് പോകുക. ഇത് കറക്റ്റായിട്ട് അങ്ങ് ഓർത്തിരുന്നു. അല്ലാതെ √n × n+2 വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. അത് കറക്റ്റായിട്ട് ഓർമ്മ. നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അൺപെയർഡ് ഇലക്ട്രോൺസ് കാരണം നമ്മൾ കോർഡിനേഷനകത്ത് എന്തോരം കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ അതുപോലെ ഇതും കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എഫ് ബ്ലോക്കിൻ്റെ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എഫ് ബ്ലോക്കിനകത്തെ മാഗ്നറ്റിക് മൊമെന്റ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന വലിയ കുറേ കാൽക്കുലേഷൻ ഉണ്ട്. അതിനകത്ത് F1, F2, F3 3 പേരുടെ വാല്യൂ കാണാൻ പഠിക്കുക. സിസ്റ്റം ഏതാണെന്ന് മനസ്സിലായോ? അപ്പോൾ F1 ആണോ F2 ആണോ F3 ആണോ അതിൻ്റെ ആൻസർ ചെയ്താൽ വേറെ ചെയ്യുക. അല്ലാതെ മറ്റേ G × 1 + S × S+1 L × S+1 J × J+1 2J + J+1 എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇക്വേഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. F1, F2, F3 3 ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരുമ്പം എഫിൻ്റെ കേസിൽ നമ്മൾ പ്രത്യേകം പഠിക്കണം. അത് വേറെ വലിയ ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കേസിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം Fe2 പോസിറ്റീവ് ആണ്. Fe2 പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ D6 ഹൈ സ്പിൻ സിസ്റ്റം ആണ്. നോക്കുക, 1, 2, 3, 4, 5, 1, 6. എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 4 അൺപെയർഡ് ഇലക്ട്രോൺസ്. 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ √n × n+2 ചെയ്യണോ? വേണ്ട. 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ 4.90 ബോർ മാഗ്നറ്റോൺ ആൻസർ വരുന്നത്. എ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോവുക. സോ അതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ്. ഞാൻ പറഞ്ഞിരുന്നു ടെമ്പററി ഹാർഡ്നെസ് എങ്ങനെ റിമൂവ് ചെയ്യാം, ബോയിൽ ചെയ്താൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്ത് മൂലമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ് മൂലമാണ് ഒരു പർട്ടിക്കുലർ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ഉണ്ടാകാനായിട്ട് പോകും. ഇതുപോലെ തന്നെ പെർമനന്റ് ഹാർഡ്നെസ് എന്ത് മൂലമാണെന്ന് ചോദിക്കാം. എങ്ങനെയാണ് റിമൂവ് ചെയ്യാം? നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് അല്ലേ. സോ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ്. ഡൈബൊറൈനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്താ കിട്ടാനായിട്ട് പോവുക? ബോറിക് ആസിഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് കിട്ടാനായിട്ട് പോവുക. സോ ഈ ബോറിക് ആസിഡിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. H3BO3 കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ഓർമ്മയുണ്ടോ മക്കളെ? ഒരു തവണ നമ്മുടെ എക്സാമിന് ചോദിച്ചതാണ്. C3H ആണ് ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് വരാനായിട്ട് പോവുക. ഓക്കെ, സോ C3H ആണ് പോയിന്റ് ഗ്രൂപ്പ് വരാനായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡൈബൊറൈൻ്റെ കേസിൽ അതിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്താ കിട്ടാൻ പോവുക? ബോറിക് ആസിഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് കിട്ടാനായിട്ട് പോകുക. ആൻസർ ബി ആണ് ഇതിൻ്റെ വരാനായിട്ട് പോകുക. ബി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. നെക്സ്റ്റ്, ഹെവി വാട്ടർ ഫൈൻസ് ഇറ്റ് മേജർ ആപ്ലിക്കേഷൻ ഇൻ ദ ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ്. എന്താ മക്കളെ? മോഡറേറ്റർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ അകത്ത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസൊക്കെ പഠിച്ചു പോയതാണ്. സോ അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. നെക്സ്റ്റ്, വിച്ച് എലമെന്റ് ഓഫ് ഗ്രൂപ്പ് 14 ഷോസ് എ സ്ട്രോങ് പ്രിഫറൻസ് ഫോർ ദ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓവർ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു ഇനർ പെയർ എഫക്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇനർ പെയർ എഫക്റ്റിൻ്റെ സ്ഥാനത്ത് ഇനർ പെയർ എഫക്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ഇയാൾ +1 ആണ് മോർ സ്റ്റേബിൾ ദാൻ എന്താണ് +2 ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. +3 ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദെൻ PBയുടെ കേസിലാണ് +2 മോർ സ്റ്റേബിൾ ദാൻ PB +4 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈ സ്റ്റേബിൾ ആയിട്ട് വരുന്നത് താഴോട്ട് വരുമ്പോൾ ഏറ്റവും താഴെയുള്ള ആൾക്കാണ് ഇനർ പെയർ എഫക്റ്റ് മൂലമാണെന്ന് സംഭവിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ദെൻ ബിസ്മത്തിൻ്റെ കേസിൽ നമുക്ക് +3 ഈസ് മോർ സ്റ്റേബിൾ ദാൻ +5 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇവിടെ ലെഡിനാണ് ആ ഒരു പർട്ടിക്കുലർ കേസ്. ലെഡിൻ്റെ +2 ആയിരിക്കും മോർ സ്റ്റേബിൾ ഡ്യൂ ടു ഇനർ പെയർ എഫക്റ്റ് എന്ന് പറയാനായിട്ട്. ഓക്കെ, ഇനർ പെയർ എഫക്റ്റ് എന്ന് പറയാനായിട്ട്. ബാക്കിയുള്ളവരെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അവരെക്കുറിച്ച് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ. അവരെക്കുറിച്ച് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് പ്ലാറ്റിനം ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് എഫക്റ്റീവ് ആന്റി ക്യാൻസർ ഡ്രഗ്? നിങ്ങൾക്ക് അറിയാം സിസ്പ്ലാറ്റിൻ ആണ്. ആൻസർ വരുന്നത് ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുന്നത്. സിസ്പ്ലാറ്റിൻ ആണ് ആൻസർ വരുന്നത്. ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രൗൺ റിംഗ് ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ദ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്സ് ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് വിച്ച് കോർഡിനേഷൻ കോംപ്ലക്സ്? ബ്രൗൺ റിംഗ് നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. സോ ആ ഒരു ബ്രൗൺ റിംഗ് ഏത് കോർഡിനേഷൻ കോംപ്ലക്സ് ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാം നൈട്രോസിൽ വരുന്ന ഒരു പർട്ടിക്കുലർ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് വരാനായിട്ട് പോകുക. ഏതാണ് മക്കളെ? FeH2O5 ടൈംസ് NO2 പോസിറ്റീവ് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് ആണ് വരാനായിട്ട് പോകുക. ഇതുപോലെ തന്നെ പേർഷ്യൻ പൂവിൻ്റെ കോംപ്ലക്സ് ഉണ്ട്. പേർഷ്യൻ പൂവിൻ്റെ കളർ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻട്രാവാലൻസ് ചാർജ് ട്രാൻസ്ഫർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിരുന്നു. സോ അതൊക്കെ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ്. ഇതിന് മുന്നത്തെ C ആയിരുന്നു. സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് പോളിമറൈസേഷൻ ഓഫ് ആൽഗീൻസ്. നിങ്ങൾക്ക് അറിയാം എന്താണ് അതിൻ്റെ കോമ്പിനേഷൻ എന്നുള്ളതാണ്. TiCl4ഉം അലുമിനിയം C2H5 3 ടൈംസ് ആണ് വരാനായിട്ട് പോവുക. സോ അവിടെ കുറേ അധികം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കാറ്റാലിസിനകത്ത് ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പറഞ്ഞ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതൊരു ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ഹോമോജീനിയസ് ആയിട്ടുള്ള കുറേ പേരെ കുറിച്ച് നമ്മളവിടെ പറഞ്ഞിരുന്നു അല്ലേ. സോ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം ബൈ ഹോൾ ഹെറോഡ് പ്രോസസ് ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലുമിന പ്രൈമറി. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രയോലൈറ്റ് ഞാൻ ഇതും
ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെൽറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുക. ഇവിടെ നിങ്ങൾ വേറൊരു പോയിന്റ് ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന എക്സ്ട്രാക്ഷൻ കെമിസ്ട്രിക്കകത്ത് വരുന്ന ഈ നെയിംഡ് ആയിട്ടുള്ള പ്രോസസ്സ് അത് ഏത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. നിക്കൽ മോൺസ് പ്രോസസ്, വാൻ ആർക്കൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർത്തിരിക്കണം. ബേയേഴ്സ് പ്രോസസ്സ്, ഹോൾ ഹെറോഡ് പ്രോസസ്സ് ഒക്കെ തന്നെ അലൂമിനിയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സുകളാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. മിക്കവാറും നോൺ പ്രോസസ് ഒക്കെ ചോദിക്കാറുണ്ട് നിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ കേസൊക്കെ. ഓക്കെ, സോ ഇവിടെ നമ്മളോട് പക്ഷേങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ ബയോളിൻ്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരുന്നത്. സോ ആൻസർ വരുന്നത് ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകും. അല്ലെ, ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, ഇതാ നമ്മുടെ മാർക്ക് ഓർദർ ഫോറസ്റ്റ് സൈനൈഡ് പ്രോസസ്. ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രോസസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മുമ്പേ ഈ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. മാർക്ക് ഓർദർ ഫോറസ്റ്റ് സൈനൈഡ് പ്രോസസ് എന്ന് പറയുന്നത് ഗോൾഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗോൾഡിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക പ്രോസസ് എന്താണ്. പക്ഷേ പ്രോസസ് എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ റോൾ ഓഫ് ഓക്സിജൻ ഗ്യാസ് ഇൻ ദ ലീച്ചിങ് പ്രോസസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, എന്താണ് ഓക്സിജൻ ഗ്യാസിൻ്റെ ആ ഒരു പർട്ടിക്കുലർ റോൾ എന്നുള്ളതാണ്. ലീച്ചിങ്ങിനകത്ത് എന്താണ് റോൾ എന്നുള്ളതാണ്. അല്ലേ, സോ എന്താണ് അതൊരു ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഡിസോൾവ് വിത്ത് എ നോബിൾ മെറ്റൽ ഇൻടു എ സ്റ്റേബിൾ സോലുബിൾ കോംപ്ലക്സ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരാനായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഏത് കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. AuCN2 ടൈംസ് മൈനസ് എന്നുള്ള കോംപ്ലക്സ് ആണ് ഇവിടെ ഫോം ചെയ്യാനായിട്ട്. അല്ലേ, കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കും, എനിക്ക് ഉറപ്പാണ്. നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് യൂട്ടിലൈസ് ദ ഫോർമേഷൻ ഓഫ് ഹൈലി വോളറ്റൈൽ കാർമൽ കോംപ്ലക്സ് ടു റിഫൈൻ എ ട്രാൻസിഷൻ മെറ്റൽ ടു ദ അൾട്രാ പ്യൂരിറ്റി. അൾട്രാ ഹൈ പ്യൂരിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് വാനാർക്കലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് നോക്കണം. ഹൈലി വോളറ്റൈൽ കാർബണൈൽ കോംപ്ലക്സ്. അപ്പോൾ ആരായിരിക്കും? ഉറപ്പായിട്ടും നിക്കൽ CO4 ടൈംസ് ആയിരിക്കും. നിക്കൽ CO4 ടൈംസ് ആണെങ്കിൽ പ്രോസസ്സിൻ്റെ പേരെന്താ? മോൺസ് പ്രോസസ്. മോൺ പ്രോസസ് അല്ലേ, മോൺ പ്രോസസ് കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സുകളൊക്കെ തന്നെ ഞാൻ ജാസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം ഏതൊക്കെയാണ് പ്രോസസ്സ് വരുന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. മോൺസ് പ്രോസസ് എന്ന് പറയുന്നത് നിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അല്ലേ, നിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഇൻ ദ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് ഫോർ കോൺസെൻട്രേറ്റിംഗ് സൾഫൈഡ് ഓർ സൈനൈഡ് സോഡിയം സൈനൈഡ് ഈസ് ഫ്രീക്വൻ്റ്ലി ആഡ് ആസ് എ ഡിപ്രസെൻറ്റ് ടു സെപ്പറേറ്റ് എ മിക്സർ ഓഫ് PbS ആൻഡ് സിങ്ക് ZnS ബിക്കോസ്. എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് ആ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് ഇറ്റ് ഫോംസ് എ സ്റ്റേബിൾ soluble complex with the zinc sulfide preventing it from floating with the froth എന്നുള്ളതിൻ്റെ റീസൺ വരാനായിട്ട് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതുകൊണ്ട് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അയച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദ പോളിമെറിക്, നമ്മുടെ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ് എന്നൊരു ചോദ്യമാണ്. ദ പോളിമെറിക് സൾഫർ നൈട്രൈഡ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ മെറ്റീരിയൽ സയൻസ് ഇറ്റ് എക്സിബിറ്റ് വിച്ച് എക്സ്ട്രാ ഓർഡിനറി പ്രോപ്പർട്ടി. അല്ലെ, അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ്. സോ ആൻസർ വരുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. സൂപ്പർ കണ്ടക്ടിവിറ്റി അറ്റ് ലോവർ ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് ഓർത്തിരിക്കണം. മിക്കവാറും ചോദിക്കുന്നതാണ് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സിനകത്തുനിന്ന് ഇയാളുടെ ഒരു പ്രോപ്പർട്ടി സൂപ്പർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, നെക്സ്റ്റ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് PCl3 ആൻഡ് എലമെന്റൽ സൾഫർ ഇൻ ദ പ്രസൻസ് ഓഫ് എ catalyst yield which commercially important compound used in pesticide synthesis. ഏതായിരിക്കും വരാനായിട്ട്? ഉറപ്പായിട്ടും തയോഫോസ്ഫറൈൽ ക്ലോറൈഡ് ആണ് വരേണ്ടത്. PSCl3 ആണ് വരാനായിട്ട് പോവുക. ആൻസർ A ആണ് അതിൻ്റെ വരാനായിട്ട് പോകുക. ഓക്കെ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. സോ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടെട്രാഫോസ്ഫറസ് ട്രൈസൾഫൈഡ് P4S3 has a cage structure belonging to the adamantine structure family. It finds industrial application എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താണ്? സ്ട്രൈക്ക് എനിവേ അല്ലെ, മാച്ച് ഹെഡ്സ് അല്ലെ, മാച്ച് ഹെഡ്സ് ആണ് ആൻസർ വരാനായിട്ട് പോവുക. ആൻസർ B ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ ലോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ കാരണമാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. എനിക്കൊന്നും NCERT-ക്കകത്ത് ഈ ഒരു പർട്ടിക്കുലർ കേസ് പറഞ്ഞിട്ടുണ്ട്. NCERT-ക്കകത്ത് നമ്മൾ പഠിച്ചാണ് +2-ലൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇൻ ദ സൈക്ലിക് ഫോസ്ഫസിൻ ട്രൈമർ ദ ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ. ഇതെനിക്ക് തോന്നുന്നു ഒരു തവണ എക്സാമിന് ചോദിച്ചതുമാണ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് ഫോസ്ഫറസും നൈട്രജനും സെറ്റിനാണോ നമ്മുടെ HST-ക്ക് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ബട്ട് ഈ ഒരു ചോദ്യം നേരത്തെയും ചോദിച്ചിട്ടുണ്ട്, നെറ്റിനും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ചോദ്യം. ഓക്കെ, സോ എന്താ ആൻസർ വരിക? ഫോസ്ഫറസ് ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും, നൈട്രജൻ ആണെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ആൻസർ വരുന്നത് A ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോയി. A ആണ് അതിൻ്റെ ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ഡയറക്റ്റ്ലി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൊറാസിനെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു ചോദ്യം കണ്ടിരുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇനോർഗാനിക് ബെൻസീൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് അക്യുറേറ്റ്ലി റിഫ്ലെക്ട്സ് ഇറ്റ്സ് കെമിക്കൽ റിയാക്ടിവിറ്റി കമ്പയർഡ് ടു ഓർഗാനിക് ബെൻസീൻ. ഞാൻ പറഞ്ഞിരുന്നു ഓർഗാനിക് ബെൻസീനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓർഗാനിക് ബെൻസീനാണ് മോർ അരോമാറ്റിക് ആയിട്ട് വരിക. സോ അഡീഷൻ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരേണ്ടത്? വലിയ വലിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഞാൻ നേരെ ആൻസറിലേക്ക് പോവാണ്. എന്തായിരിക്കും ആൻസർ വരാനായിട്ട് പോവുക? നോക്കിയേ, ബൊറാസിൻ
Boraxin is significantly more reactive towards electrophiles and so B ആണ് അതിൻ്റെ ആൻസർ വരുന്നതായിട്ട് അല്ലേ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നതായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ when boraxin is treated with the hydrogen chloride addition across polar bond the products that hydrogen അവരെവിടെയാണ് പോയി അറ്റാച്ച് ചെയ്യുന്നത് ഏത് റിയാക്ഷൻ സെൻറ്ററിലാണ് അറ്റാച്ച് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ എവിടെയാണ് നൈട്രജൻ അറ്റാച്ച് ചെയ്യും ക്ലോറിൻ എവിടെയാണ് ബോറോണിലായിരിക്കും അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുക ആൻസർ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നതായിട്ട് പോകുക എ ആണ് അതിൻ്റെ ആൻസർ വരുന്നതായിട്ട് പോകുക നെക്സ്റ്റ് hexagonal boron nitrate has a layered structure similar to graphite നമ്മൾ പറഞ്ഞിരുന്നു ഇയാൾ ഇൻസുലേറ്റർ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു സോ എന്തുകൊണ്ടാണ് ഇയാൾ ഇൻസുലേറ്റർ ആകുന്നത് റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ ഇൻസുലേറ്റർ ആകുന്നത് സോ ദ ലോക്കലൈസ് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് ബൈ ദ ഹൈലി ഇലക്ട്രോണേറ്റീവ് ആറ്റംസ് പ്രൊവൈഡിങ് ദ ഫ്രീ കണ്ടക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നതായിട്ട് പോവുക ആൻസർ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നതായിട്ട് അല്ലേ ആൻസർ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നതായിട്ട് പോവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ദ വെയ്റ്റ്സ് റൂൾ എ ബോറോൺ ക്ലസ്റ്റർ വിത്ത് ജനറൽ ഫോർമുല BN H(n+4) ഈസ് ക്ലാസിഫൈഡ് അല്ലേ N+4 അല്ലേ N+4 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉറപ്പായിട്ടുള്ള നിഡോ ക്ലസ്റ്റർ ആയിരിക്കും അത് ഉറപ്പായിട്ടും നിഡോ ക്ലസ്റ്റർ ആയിരിക്കും വരാനായിട്ട് N+2 ആണെങ്കിൽ ക്ലോസോ N+4 ആണെങ്കിൽ നിഡോ N+6 ആണെങ്കിൽ അരാക്കിനോ ആയിരിക്കും വരാനായിട്ട് അല്ലേ സോ ആ രീതി നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ദ വെയ്റ്റ്സ് റൂൾ ക്ലാസിഫൈ ദ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഓഫ് പെൻറ്റാബോറൈൻ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു ഈ വെയ്റ്റ്സ് റൂൾ വെച്ചിട്ട് ഒരു ചോദ്യം നിർബന്ധമായിട്ട് ചോദിക്കും എല്ലാ തവണയും ചോദിക്കാറുണ്ട് ഒന്നെങ്കിൽ XT/X ഓട് അല്ലെങ്കിൽ നമ്മുടെ രണ്ടും വെച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ 2 ചോദ്യം ഉണ്ടായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിയിൽ നിന്ന് സോ അതുകൊണ്ട് കറക്റ്റായിട്ട് വേഴ്സ് റൂൾ വെച്ചിട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും സോ അത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ നമുക്കിവിടെ B5H9 തന്നിട്ടുണ്ട് ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് സോ B5H9 ഇയാളെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും B5H5 4- എന്ന് എഴുതാനായിട്ട് പറ്റും നിങ്ങൾക്കറിയാം B5H5 4- എന്ന് പറഞ്ഞാൽ അയാളേതാണ് നിഡോ ക്ലസ്റ്റർ ആണ് അല്ലേ സോ ഓർത്തിരിക്കണം BnHn2- ആണെങ്കിൽ അയാളെ നമ്മൾ ക്ലോസോ എന്ന് വിളിക്കും BnHn4- ആണെങ്കിൽ അയാളെ നമ്മൾ നിഡോ എന്ന് വിളിക്കും BnHn6- ആണെങ്കിൽ അയാളെ നമ്മൾ അരക്കിനോ എന്ന് വിളിക്കും അല്ലെ അരക്കിനോ എന്ന് വിളിക്കും ദെൻ താഴോട്ട് വരുന്നതനുസരിച്ച് ഹൈപ്പോക്ലാഡോ അങ്ങനെ ആയിരിക്കും വരാനായിട്ട് പോവുക സോ ഇവിടെ ആൻസർ വരുന്നത് നിഡോ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോവുക നിഡോ ആണ് അതിൻ്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ടോട്ടൽ നമ്പർ ഓഫ് പോളിസ്കെൽറ്റൽ ഇലക്ട്രോൺ പെയർസ് പ്രസന്റ് ഇൻ ദ സ്റ്റേബിൾ ഇക്കോസാഹെഡ്രൽ ക്ലോസോബൊറൈൻ നമുക്കറിയാം തന്നിരിക്കുന്നത് ക്ലോസോ ആണ് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ടോട്ടൽ എന്താണ് സ്കെൽറ്റൽ ഇലക്ട്രോൺ പെയർ ഉണ്ടെന്നുള്ള ചോദ്യം അല്ലേ സോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്ലോസോ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ക്ലോസോ ആണെങ്കിൽ N+1 ആണ് വരാനായിട്ട് അല്ലേ N എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് ബൊറൈൻ ആണ് നമ്പർ ഓഫ് ബോറോൺ ആണ് N എന്ന് പറയുന്നത് സോ N+1 ആയിരിക്കും വരാനായിട്ട് പോകും അല്ലേ അപ്പോൾ ഇവിടെ എത്ര ബോറോൺ ഉണ്ട് 12 ഉണ്ട് സോ 12 ഒന്നും 13 ആണ് വരാനായിട്ട് പോകും അല്ലേ 13 ആണ് വരാനായിട്ട് പോകും സോ ടോട്ടൽ നമ്പർ ഓഫ് സ്കെൽറ്റൻ ഇലക്ട്രോൺ പെയർ ആണ് ചോദിച്ചിരിക്കുന്നത് സോ ആൻസർ വരുന്നത് 13 ആണ് ചിലപ്പോൾ ഇലക്ട്രോൺസ് എന്ന് ചോദിക്കും അങ്ങനെയാണ് 26 ആയിരിക്കും ആൻസർ വരാനായിട്ട് പോകുക പെയർ ആണോ ഇലക്ട്രോൺസ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി വേണം ചെയ്യാനായിട്ട് സോ ആൻസർ വരുന്നത് 13 ആണ് ആൻസർ വരാനായിട്ട് പോകുക നെക്സ്റ്റ് ഇൻ ദ ടോപ്പോളജി ഓഫ് ബൊറൈൻസ് ദ XT/YX കോഡ് ഫോർ ഡൈബൊറൈൻ B2H6 അല്ലേ B2H6 ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു B2H6 B4H2 ഇവർ രണ്ടും സ്പെഷ്യൽ കേസുകളാണ് ഇയാൾക്ക് 4012 വരും ഇയാൾക്ക് 2002 ആണ് വരാനായിട്ട് പോവുക കറക്റ്റായിട്ട് ഓർത്തിരിക്കണം ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ B4H10 ചോദിച്ചതുമാണ് സോ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക സോ ഇവിടെ ഒരു കേസിൽ ആൻസർ വരുന്നത് ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോവുക ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോവുക സോ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക ഓക്കെ സോ ഇൻ ദ XT/YX ക്ലാസിഫിക്കേഷൻ ഫോർ ബോറോൺ ഹൈഡ്രേറ്റ്സ് വാട്ട് ഈസ് സ്ട്രക്ചറൽ ഫീച്ചർ ഡിജിറ്റ് ഓരോ ലെറ്റർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അല്ലേ എസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ് എസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ BHB ബ്രിഡ്ജിങ് ബോണ്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള BB ബോണ്ടിനെയാണ് ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദെൻ നമ്മുടെ Y റെപ്രസെൻറ്റ് ചെയ്യുന്നത് VB ബോണ്ടിനെയാണ് നമ്പർ ഓഫ് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ് BB ഇലക്ട്രോൺ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോണ്ടാണ് ദെൻ BH2 ടെർമിനൽ BH2നെയാണ് X റെപ്രസെൻറ്റ് ചെയ്യുക XTYX അല്ലേ സോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരാനായിട്ട് പോകും സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എസ് ആണ് സോ നമ്പർ ഓഫ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ BHB ബോണ്ടാണ് വരാനായിട്ട് ആൻസർ ഡി ആണ് വരാനായിട്ട് ബാക്കിയുള്ളവരുടെ കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക ടി ആണെന്നുണ്ടെങ്കിൽ ആ 3 സെൻറ്റർ BB ബോൺസ് ആയിരിക്കും Y ആണെങ്കിൽ 2 സെൻറ്റർ BB ബോൺസ് ആയിരിക്കും ദെൻ X ആണെന്നുണ്ടെങ്കിൽ BH2 ഗ്രൂപ്പ്സ് ആയിരിക്കും വരാനായിട്ട് ഓക്കെ സോ അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക ഇതിനകത്തുനിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും എത്ര 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട് എത്ര 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട് സോ ഒരു ബോറോൺ ഹൈഡ്രേറ്റ് തന്നു കഴിഞ്ഞിട്ട് എത്ര 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ടെന്ന് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ എത്ര 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് നമ്പർ ഓഫ് ബോറോൺ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി എത്ര നമ്പർ ഓഫ് ബോറോൺ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് അതിനകത്ത് ഉണ്ടായിരിക്കും ആ രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ആ ട്രിക്കൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ദ ഹൈഡ്രോബൊറേഷൻ ഓഫ് ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ വിത്ത് ബൊറൈൻ ഡിസ്പ്ലേസ് ഹൈ റീജിയോ സെലക്ടിവിറ്റി നമ്മൾ ഹൈഡ്രോബൊറേഷൻ റിയാക്ഷൻ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് നമ്മൾ പഠിച്ചതാണ് സോ ദ റീജിയോ സെലക്ട് സോ ആ ഒരു പർട്ടിക്കുലറായിട്ട് എന്താണ് ഇവിടെ നടക്കുക എന്നുള്ളതാണ് ബോറോൺ ആറ്റം എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാം എന്താണ് ദ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ ആയിരിക്കും അതുപോലെ തന്നെ സിൻ അഡീഷൻ ആയിരിക്കും അവിടെ സംഭവിക്കാനായിട്ട് പോവുക ആൻസർ വരുന്നത് എ ആണ് മക്കളെ ആൻസർ വരുന്നത് എ ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അക്കോർഡിംഗ് ടു ദ പോളിഹിഡ്രൽ സ്കെൽറ്റൽ ഇലക്ട്രോൺ തിയറി ദ മോണോ കാർബൊറൈൻ CB
B11H11 മൈനസ് ഈസ് ക്ലാസിഫൈഡ്. അയാൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ് നോക്കുക. അയാൾ എഴുതണം വൃത്തിക്ക്. B11H12 മൈനസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ സിക്ക് പകരം നമുക്ക് BH എന്ന് എഴുതാനായിട്ട് പറ്റും, കാരണം C4 ആണ്. സോ ഇത് 3 1 4. സോ അത് ഐസോലോബിലിറ്റി അനുസരിച്ച് നമുക്ക് BH എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഓരോ ബിയും ഒരു എച്ചിനെയും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ ബി എന്ന് പറയുന്നത് 12 ആയിട്ട് മാറും അല്ലെ. BH വരുന്ന സമയത്ത് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്ന സമയത്ത് B12 ആയിട്ട് മാറും. ആ H എന്ന് പറയുന്നത് ഒന്ന് ആഡ് ചെയ്യുമ്പം 13 ആയിട്ട് മാറും, മൈനസ് എന്ന് വരും. ഓക്കെ, സോ B12H12 എന്തെന്ന് എഴുതാനായിട്ട് പറ്റും? 2 മൈനസ് എന്ന് ഇയാളെ എഴുതാനായിട്ട് പറ്റും. ഇയാൾ ഏതായിരിക്കും? ഇയാൾ ക്ലോസോ ക്ലസ്റ്റർ ആയിരിക്കും വരാനായിട്ട് അല്ലേ. ഇയാൾ ക്ലോസോ ക്ലസ്റ്റർ ആയിരിക്കും വരാനായിട്ട് പോവുക. കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. B12H12 2 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസോ ആണ്. സോ ഈ രീതി നിങ്ങൾ കറക്റ്റായിട്ട് അത് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the principal difference between metallurgical operations of calcination roasting? Calcination roasting തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം calcination involves heating in the absence or limited supply of air ആണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എക്സസ് എയർ ആണെന്നുള്ളതാണ്. സോ ആൻസർ വരുന്നത് ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് അല്ലേ. ഡി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ദ XT/X റൂൾ, വാട്ട് ഈസ് ദ എക്സ്ചേഞ്ച് കോഡ് ഫോർ B4H10 അല്ലേ. B4H10 കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 4012 അല്ലേ. 4012 ആണ് അതിൻ്റെ കോഡ് വരാം. ബാക്കിയുള്ളവരുടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓർമ്മ ഉണ്ടാകും നിങ്ങൾ XT/X കോഡ്, എത്ര B11 NMR സിഗ്നൽ കിട്ടുന്നുണ്ട്, എത്ര ഐസോമേഴ്സ് കിട്ടുന്നുണ്ട്, ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ അധികം ഞാനൊന്നും പറയുന്നില്ല. സോ ആൻസർ വരുന്നത് 4012 ആണ് ആൻസർ വരാനായിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വേഴ്സ് റൂൾ ദ ക്ലസ്റ്റർ വിത്ത് N+2 skeletal electron pairs ഈസ് ഡിസിഗ്നേറ്റഡ്. നിങ്ങൾക്കറിയാം N+1 ക്ലോസോ, N+2 നിഡോ, N+3 ആണെന്നുണ്ടെങ്കിൽ അരക്കിനോ അല്ലെ. അരക്കിനോ എന്നാണ് വരാനായിട്ട് പോവുക. ആൻസർ എ ആണ് വരാനായിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ വേഴ്സ് റൂൾ ദ കാർബറൈൻ C2B7H9 ഹാസ് 9 വെർട്ടിസസ്. ഹൗ മെനി skeletal electron pairs ആർ ഇൻവോൾവ് ഇൻ ദ ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ കാർബറൈൻ ആണ് തന്നിരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ ബ്രെയിനിലേക്ക് മാറ്റി നമുക്ക് നോക്കാം. സോ C2B7H9 ഏത് സിസ്റ്റം, ഏതാണ്? ക്ലോസോ ആണോ, നിഡോ ആണോ, അരക്കിനോ ആണോ നോക്കണം. അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? skeletal electron pair കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ C2 പകരം നമുക്ക് BH2 ടൈംസ് എന്ന് കൊടുക്കാം. ദെൻ B7H9 എന്ന് കൊടുക്കാം. ഓക്കെ, സോ 2 B ആഡ് ചെയ്യുമ്പോൾ B9 ആയിട്ട് മാറുന്നു. 2 H ആഡ് ചെയ്യുമ്പോൾ B11 ആയിട്ട് മാറുന്നു. ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാം? B11H9 2 മൈനസ് അല്ലേ. ഇയാളെന്ന് പറയുന്നത് എന്താണ്? ക്ലോസോ ആണല്ലേ. ഇയാൾ നമുക്ക് എന്ത് ചെയ്തു? B9H9 2 മൈനസ് എന്ന് പറഞ്ഞാൽ ആ ക്ലോസോ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലോസോ ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കും? N+1 skeletal electron pairs ആയിരിക്കും ഉണ്ടാകാനായിട്ട് പോകും അല്ലേ. ഇവിടുത്തെ N എന്താ? നമ്പർ ഓഫ് ബോറോൺ. അപ്പോൾ നമ്പർ ഓഫ് ബോറോൺ എത്ര? നമുക്ക് നോക്കാം 9 ആണ്. അപ്പോൾ 9 1 10 ആയിരിക്കും വരാനായിട്ട് പോകും അല്ലേ. 10 ആയിരിക്കും വരാനായിട്ട് പോകും. സോ ഹൗ മെനി skeletal electron pairs എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 skeletal electron pairs ആയിരിക്കും ഇവിടെ ഉണ്ടാകാനായിട്ട് പോകും. ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ബി ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട്. നിങ്ങളുടെ ഇലക്ട്രോൺസ് എന്ന് ചോദിച്ചാൽ 20 ആണ്, ഇലക്ട്രോൺ പെയർ എന്ന് ചോദിച്ചാൽ 10 ആണ് വരാനായിട്ട്. അത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിക്കോണം. സോ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ്, ആ ഒരു ഏരിയാസ് ഒക്കെ നമ്മൾ കവറപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഞാൻ പറഞ്ഞില്ല എല്ലാ ഏരിയയിലും കുറേ അധികം കവറപ്പ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. ബട്ട് അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ ഇതിനകത്ത് കവറപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മെറ്റലർജിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, എന്തിൻ്റെ മെറ്റൽ എക്സ്ട്രാക്ഷനിലെ പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഞാൻ ഓരോന്ന് വായിച്ച് ഇതൊന്നും ആക്കുന്നില്ല. നിങ്ങളത് വായിച്ച് പഠിക്കുക കറക്റ്റായിട്ട്. നിങ്ങൾ മാത്സ് ഫോളോയിങ്ങോ ഡയറക്റ്റായിട്ടൊക്കെ ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രത്യേകിച്ച് ബേസ് പ്രോസസ്സ്, ഹോൾ ഹെറോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ടും അലുമിനിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദെൻ ഡൗൺസ് പ്രോസസ്സ്, ഡോ പ്രോസസ്സ്, മോൺസ് പ്രോസസ്സ്, കുറേ അധികം പ്രോസസ്സുകളുണ്ട്. കുറേയൊക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള പ്രോസസ്സ് കാണും, കുറേ പരിചിതമല്ലാത്ത പ്രോസസ്സ് കാണും. എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലേ. എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു പാർട്ട് 1. ഇത് പാർട്ട് 1 ആണ്. ഒരു പാർട്ട് കൂടെ ഉണ്ടാവും ഇതിന്. എഫ് ബ്ലോക്കും കോർഡിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാം. സോ പാർട്ട് 1 ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പറയാനായിട്ടുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളത് റിവിഷൻ ചെയ്യാം. എനിക്കറിയാം സമയം ലേറ്റായി, ഒക്കെ എനിക്കറിയാം. ബട്ട് നിങ്ങൾ HST കെമിസ്ട്രിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊരു ലവ് തരാതെ പോകരുത്. സോ ഞാൻ ഈ ഒരു ടൈമിൽ കുറച്ച് ഡിലേ ആയി പോയെന്ന് എനിക്കറിയാം. ബട്ട് റിവിഷനും കാര്യങ്ങളൊക്കെ പോയിട്ട് ഭയങ്കര ടൈറ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ വീഡിയോയെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, HST കെമിസ്ട്രിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ചെയ്യുക. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ എക്സാം നല്ലപോലെ എഴുതുക. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എഫ് ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോർഡിനേഷൻ്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, സോ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. റാങ്ക് ഒക്കെ കിട്ടിക്കഴിയുമ്പം ഓരോ അക്കാഡമിയൊക്കെ നിങ്ങളെ കൊത്തിക്കൊണ്ട് പോകാനായിട്ട് വരും. ഓക്കെ, സോ നിങ്ങൾ അക്കാഡമിയുടെ ഒക്കെ പൊക്കൂ, പക്ഷേ നമ്മളെ മറക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. സോ റാങ്ക് ഒക്കെ മേടിച്ച് HST ടീച്ചറൊക്കെ ആകാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. ഓക്കെ, സോ നെക്സ്റ്റ് സെഷൻ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.